പുരോഹിതന്മാരെ പോലെ ഉണ്ടാക്കാൻ ഇസ്ലാമിൽ ഒരധികാരവും ഒരാൾക്കുമില്ല. അത് നബിതങ്ങൾ പറഞ്ഞു വെച്ചേന്ന് തന്നെ കിട്ടിയതാ. കാരണം ഖംറ് ഹറാമാണ് എന്നുണ്ട്. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബ് വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു. ഖംറ് നിഷിദ്ധമാണ്, അത് നിങ്ങൾ വെടിയണം എന്ന് ഖുർആൻ പറയുന്നു. ഖംറ് മുന്തിരിച്ചാറ് കൊണ്ടുണ്ടാക്കുന്ന ഒരു ലഹരി പദാർത്ഥമാണ്. അത് ഹറാമാകാനുള്ള കാരണം എന്താ? ആ കാരണം പരിശോധിക്കണം. ഇതിനാണ് ഇല്ലത്ത് എന്ന് അറബിയിൽ പറയുന്നത്. ഖംറ് ഹറാമാകാനുള്ള കാരണം എന്താ? അത് വെളുത്ത നിറത്തിലുള്ളതായതുകൊണ്ടാ, എന്നാ പാലും ഹറാമാകണ്ടേ? അതിന് പുളിപ്പുള്ളതായതുകൊണ്ടാ, നാം മോരും ഹറാമാകണ്ടേ? അത് ദ്രാവക രൂപത്തിലായതുകൊണ്ടാ, എന്നാ പച്ചവെള്ളം ഹറാമാകണ്ടേ? പിന്നെ എന്തുകൊണ്ടാ ഖംറ് ഹറാമായത്? അതിനുള്ള കാരണം ഇസ്കാർ, ലഹരി ഉണ്ടാക്കുന്നതാണ് എന്ന ഇസ്കാർ, ഇതാണ് അതിന് കാരണം. അതേ കാരണം വേറെ ഏതിലൊക്കെ ഉണ്ടോ അപ്പൊ അതിനും ആ ഹുക്കുമ് വരും. മനസ്സിലാക്കും. ഖംറ് എന്നതിന് ഹറാം എന്ന ഹുക്കുമ് വരാനുള്ള ഇല്ലത്ത് കാരണം എന്താ? ഇസ്കാർ, ലഹരി ഉണ്ടാക്കി തീർക്കുന്ന സാധനമാണ്. ലഹരി ഉണ്ടാക്കി തീർക്കുന്നൊക്കെ ഹറാമാ. അതെ, കുല്ലു മുസ്കിരിൻ ഹറാം എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. കുല്ലു മുസ്കിരിൻ ഹറാം, ലഹരി ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ നിഷിദ്ധമാണ്. പിൽക്കാലത്ത് ഉണ്ടാക്കപ്പെട്ട ഒരു സാധനമാണ് ഹാൻസും പാൻപരാഗും ഈ ബ്രൗൺ ഷുഗറൊക്കെ. ഈ സാധനം മുത്തനബിന്റെ കാലത്തോ സഹാബത്തിന്റെ കാലത്തോ താബീങ്ങളുടെ കാലത്തോ തബോ താബീങ്ങളുടെ കാലത്തോ ഇല്ല. ഈ കാലത്ത് ജീവിക്കുന്ന നമ്മുടെ കാലത്താണ് ഇതുള്ളത്. എന്നാൽ ഇത് ഹറാമോ ഹലാലോ? അത് ഹറാമോ ഹലാലോ എന്ന് തീരുമാനിക്കാനുള്ള വഴിയാണ് ഖിയാസ്. ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ 4: 1 ഖുർആൻ, 2 ഹദീസ്, 3 ഇജ്മാ, 4 ഖിയാസ് എന്ന് കേട്ടിട്ടില്ലേ? ഖിയാസ് മുഖേനയാണ് ഇത് ഹറാമാണെന്ന് വന്നത്. അതെ, ഈ ബ്രൗൺ ഷുഗറിനെ ഖംറിനോട് ഖിയാസാക്കി തുലനം ചെയ്തു. എന്ത് വിഷയത്തിൽ തുലനം ചെയ്യുന്നത്? എന്ത് വിഷയത്തിൽ? ഇസ്കാർ ലഹരി പദാർത്ഥമാണ് എന്നതാണ് ഖംറ് ഹറാമാകാനുള്ള കാരണമെങ്കിൽ അതേ ലഹരി പദാർത്ഥം എന്നത് ബ്രൗൺ ഷുഗറിലും ഉള്ളതിനാൽ അതും ഹറാമാണെന്ന് വന്നല്ലോ, അതുകൊണ്ട് അതും ഹറാമാണെന്ന് എന്നായി. എന്നതുപോലെ നഖ്ദൈൻ, സ്വർണം വെള്ളി, ഇത് രണ്ടിലും നാണയമായി ഉപയോഗിക്കപ്പെടുമ്പോ അത് രണ്ടിലും സക്കാത്ത് നിർബന്ധമാകാനുള്ള കാരണമെന്താ? ലിഅന്നഹുമാ ജിൻസും ലിഅന്നഹുമാ ദഹബും ഫില്ലത്തുമൊക്കെ ജിൻസൽ അസ്മാനി ഗാലിബ. സാധാരണഗതിയിൽ വിലയായി ഉപയോഗിക്കുന്ന സാധനങ്ങളാണത്. പുരാതന കാലം മുതൽക്കേ വിലയായി ഉപയോഗിക്കപ്പെടുന്ന നാണയങ്ങൾ സ്വർണ്ണത്തുകൊണ്ടും വെള്ളി കൊണ്ടും ഉണ്ടാക്കപ്പെട്ടതായിരുന്നു. അതേ വിലയായി ഉപയോഗിക്കപ്പെടുന്നതാണല്ലോ ഈ നോട്ടുകളും കറൻസികളും. അതുകൊണ്ട് കറൻസിയിലും സക്കാത്ത് നിർബന്ധമാ. ഇതാണ് മദ്ഹബിന്റെ ഇമാമിങ്ങൾ പറയുന്നത്. അത് തന്നെയാണ് ആധുനിക പണ്ഡിതന്മാരും പറയുന്നത്. പിന്നെ സക്കാത്തിന് കൈച്ചലാകാൻ വേണ്ടിയിട്ട് മസാല ഒപ്പിക്കാൻ വേണ്ടി ചിലർ തട്ടിക്കൂട്ടുന്ന ചില ദുർന്യായങ്ങളാണ്. കടലാസിന് സക്കാത്ത് ഉസ്താദേ, അങ്ങനെയാണെങ്കിൽ ഇന്നിപ്പോ ഒരു സ്ഥലത്ത് ഞാൻ ക്ലാസ് എടുത്തപ്പോൾ ചോദിച്ച ഒരാള്, നാ നോട്ട് പുസ്തകത്തിൽ കടലാസിനൊക്കെ സക്കാത്ത് കൊടുക്കണ്ടേ? നഊദു ബില്ലാഹ്, നോട്ട് പുസ്തകത്തിലെ കടലാസിലൊക്കെ നാ സക്കാത്ത് കൊടുക്കണ്ടേ? നോട്ട് പുസ്തകത്തിലെ കടലാസിനെ ഒരു നക്കതായി ഇവിടെ ഉപയോഗിക്കുന്നുണ്ടോ? ആ കടലാസ്, നോട്ട് ബുക്കിലെ കടലാസ് അടിച്ച് പുറത്തിറക്കപ്പെടുന്നതിന് തത്തുല്യമായ മൂല്യമെന്നോണം സ്വർണത്തെയോ വെള്ളിയെയോ നിക്ഷേപിക്കുന്നുണ്ടോ? നേരെ മറിച്ച് ഒരു 100 രൂപ എന്റെ കീശയിലുണ്ടെങ്കിൽ, ഒരു 10 രൂപ എന്റെ കീശയിലുണ്ടെങ്കിൽ ആ 10 രൂപക്ക് തത്തുല്യമായ മൂല്യമായി സ്വർണം വെള്ളിയുടെ നിക്ഷേപം നടത്തപ്പെടുന്നുണ്ട്. ആ നിക്ഷേപം ഉണ്ടായതിന്റെ ശേഷമാണ് അങ്ങനെ സ്വർണം വെള്ളി രണ്ടിൽപ്പെട്ട ഒന്നോ അതിന് മൂല്യമുള്ളതോ നിക്ഷേപിക്കപ്പെട്ടതിന്റെ ശേഷമാണ് 100ന്റെ നോട്ട്, 1000ന്റെ നോട്ട്, 1 രൂപയുടെ നോട്ട് പോലും അച്ചടിച്ച് പുറത്തിറക്കപ്പെടുന്നത്. അങ്ങനെയാണോ ഒരു നോട്ട് പുസ്തകത്തിലെ പേജ് അച്ചടിക്കപ്പെടുന്നത്? ഇല്ലത്ത് വേണ്ടേ? ആ ഇല്ലത്ത് സമനായി ഉപയോഗിക്കപ്പെടുക എന്നതാണ്. അതിനാൽ നോട്ടിലും സക്കാത്തും. നോട്ട് സക്കാത്തില്ലെന്ന് പറഞ്ഞ് സക്കാത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കണ്ട എന്നർത്ഥം. എത്രയാണ് അതിന് നൽകേണ്ടത്? എപ്പോഴാണ് സക്കാത്ത് നിർബന്ധമാവുക? അതിന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്.
നമുക്ക് കണക്കുണ്ടാക്കാവതല്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കണക്കെന്തോ ആ കണക്കനുസരിച്ച് മാത്രമേ നമുക്ക് ഇവിടെ നിലനിൽക്കാൻ പാടുള്ളൂ എന്ന്. 20 മിസ്കാൽ സ്വർണവും 200 ദിർഹം വെള്ളിയും ഒരാളുടെ പക്കൽ ഒരു വർഷം തികഞ്ഞ് പൂർത്തിയായി ഉണ്ടെങ്കിൽ അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. മഹാനായ നബി തങ്ങൾ പറയട്ടെ, ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, ലൈസ ഫിൽ അഖല്ലി മിൻ 20 മിസ്കാലൻ മിൻ അദ്ദഹബി വലാ ഫിൽ അഖല്ലി മിൻ 100 ദിർഹമിൻ സദഖാ. 20 മിസ്കാലിനേക്കാൾ കുറഞ്ഞ സ്വർണത്തിലോ 200 വെള്ളിയേക്കാൾ കുറഞ്ഞതിലോ 200 ദിർഹമിനേക്കാൾ കുറഞ്ഞ വെള്ളിയിലോ സ്വദഖത്തുൻ സക്കാത്ത് ഇല്ല എന്ന ഹബീബ റസൂലുള്ളാഹി. 20 മിസ്കാലിനേക്കാൾ കുറഞ്ഞ സ്വർണത്തിലോ 200 ദിർഹമിനേക്കാൾ കുറഞ്ഞ വെള്ളിയിലോ സക്കാത്തില്ല. അപ്പൊ ചുരുക്കത്തിൽ സ്വർണമാണ് എങ്കിൽ 20 മിസ്കാല് വേണം. മിസ്കാൽ എന്ന് പറഞ്ഞാൽ എന്താ? പവൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്നറിയാം, 8 ഗ്രാമാണ് ഉസ്താദേ. എന്താ? നമ്മുടെ നാട്ടിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു തൂക്കമാണ് പവൻ. 8 ഗ്രാം ഉള്ളതിനാണ് ഒരു പവൻ എന്ന് പറയാറ്. അറബി നാടുകളിൽ ഉപയോഗിച്ചിരുന്ന ഒരു പ്രയോഗമാണ് മിസ്കാൽ എന്നത്. ഒരു മിസ്കാൽ എന്നത് നമ്മുടെ നാട്ടിൽ വെച്ച് തൂക്കപ്പെട്ടാൽ 4 ഗ്രാമും 250 മില്ലിഗ്രാമുമാണ്. 4 ഗ്രാമും 250 മില്ലിഗ്രാമുമാണ് ഒരു മിസ്കാൽ. അപ്പൊ 20 മിസ്കാൽ എത്ര ഗ്രാമായി? ഒരു മിസ്കാൽ എന്ന് പറഞ്ഞാൽ 4 ഗ്രാമും 250 മില്ലിഗ്രാമും. 20 മിസ്കാൽ എന്ന് പറഞ്ഞാൽ കറക്റ്റ് 85 ഗ്രാം. അല്ലേ? 20 × 4 80, 20 × 2.5 20 × 2.5 5. അപ്പൊ 85 ഗ്രാം. 85 ഗ്രാം നമ്മുടെ നാട്ടിൽ നിന്ന് തൂക്കപ്പെടുന്ന ഗ്രാം കണക്ക് 85 ഗ്രാം അഥവാ ശരാശരി 10.5 പവൻ. 10.5 പവൻ എന്ന് പറഞ്ഞാൽ 10.5 പവൻ എന്ന് പറഞ്ഞാൽ 84 ഗ്രാമേ ഉണ്ടാവുള്ളൂ അല്ലേ? 10 പവൻ എന്ന് പറഞ്ഞാൽ 8 ഗ്രാം അല്ല 80 ഗ്രാം. 10 പവൻ എന്ന് പറഞ്ഞാൽ 80 ഗ്രാം. 10.5 പവൻ എന്ന് പറഞ്ഞാൽ 84 ഗ്രാമേ ഉള്ളൂ. 84 പോരാ, 85 ഗ്രാം വേണം. ശരാശരി 10.5 എന്ന് പറയാം. 10.5 ഗ്രാം സ്വർണം ഒരാളുടെ പക്കലുണ്ടായാൽ അവൻ സക്കാത്തിന്റെ നിസാബ് എത്തിയവരാണ്. ആ സ്വർണത്തിന് സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. വെള്ളിയാണെങ്കിൽ 200 ദിർഹം വെള്ളി വേണമെന്ന. 1 ദിർഹം വെള്ളി എന്ന് പറഞ്ഞാൽ 2 ഗ്രാമും 975 മില്ലിഗ്രാമുമാണ്. 2 ഗ്രാമും 975 മില്ലിഗ്രാമുമാണ് 1 ദിർഹം. 200 ദിർഹം എന്നായാൽ 200 ദിർഹം എന്നായാൽ 200 × 2.975 200 × 2.975 സമം 595 ഗ്രാം എന്നായി. 595 ഗ്രാം വെള്ളി. വെള്ളിയാണെങ്കിൽ 595 ഗ്രാം. സ്വർണമാണ് എങ്കിൽ 85 ഗ്രാം. ഇത് 2/1 അവനിലുണ്ടായാൽ അവൻ സക്കാത്തിന്റെ നിസാബെത്തിയവനാണ്. അത് ഒരു കൊല്ലം പൂർത്തിയായി അവന്റെ പക്കലുണ്ടായാൽ അതിന് സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാ. ഇനി ഉസ്താദേ, എന്റെ കയ്യിൽ 85 ഗ്രാം സ്വർണമില്ല, 595 ഗ്രാം വെള്ളിയുമില്ല, പക്ഷേ നോട്ടുകളുണ്ട്. ഇതിനോ? ഒരു 50,000ത്തിന്റെ നോട്ടുണ്ട്. ഇതിനോ? അതാണ് ഞാൻ പറയുന്നത്. 50,000ത്തിന്റെ നോട്ട് നിന്റെ കയ്യിലുണ്ടെങ്കിൽ അതിന് വെള്ളിയോ സ്വർണമോ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടില്ലേ? ആ നിക്ഷേപ മൂല്യമല്ലേ ഈ നോട്ട്? ആ നിക്ഷേപ മൂല്യമല്ലേ ഈ നോട്ട്? അതിനാൽ ഈ നോട്ടിന് സക്കാത്ത് കൊടുക്കണം. എപ്പോ? 595 ഗ്രാം വെള്ളിയുടെ മൂല്യം എത്തിയാൽ അതിന് സക്കാത്ത് കൊടുക്കൽ നിർബന്ധം. 1 ഗ്രാം വെള്ളിക്ക് എത്ര ഇപ്പോ എന്ന് പറഞ്ഞാണ് ചെറിയ 1 ഗ്രാം വെള്ളിക്ക്? സ്വർണ്ണ കച്ചവടക്കാരും ഇല്ല ഇവിടെ?
ഖുർആനിലെയും സുന്നത്തിലെയും വിലക്കുകളെ ഏതൊരാൾക്കും മനസ്സിലാകും വിധത്തിൽ തന്റെ തൂലിക ചലിപ്പിക്കുന്നു. അരുത്. ഖുർആന്റെ ലിപികൾ ഭിത്തിയിൽ എഴുതല്ലേ, അത് പള്ളി എന്നാൽ തന്നെയും ചെയ്യല്ലേ. മുസ്ഹഫ് മുസ്ലിം കൈവശം കൊടുക്കല്ലേ, മരിക്കേണ്ടതായി വരുമെങ്കിലോ മടിക്കല്ലേ. അത് ഹൈക്കലായാൽ തന്നെ സ്വർണത്തിന്റെ മൂല്യം കൂടി. 10 പവൻ സ്വർണമാണ് 20 മിസ്കാൽ. അതിന് 2 ലക്ഷത്തിലധികം രൂപ വേണം. 595 ഗ്രാം വെള്ളിയാണ് 200 ദിർഹം. അതിന് 10,000-30,000 രൂപ മതി. എത്ര ഡിഫറൻസ് വന്നു! നബിതങ്ങളുടെ കാലത്ത് 2 ഏറെക്കുറെ ഒന്നായിരുന്നു. അതൊന്നും വേണ്ട. നിന്റെയൊക്കെ ചെറുപ്പകാലത്ത് പഞ്ചസാരക്ക് വലിയ വിലയും അതിന്റെ പകുതിയും കൂടി ഉണ്ടാവില്ല ചക്കരക്ക് വില. പാവപ്പെട്ടവരൊക്കെ അന്ന് ചായയിലിട്ടിരുന്നത് ശർക്കരയായിരുന്നു. അല്ലേ അല്ലേ പ്രായമുള്ളവർക്ക് ആരുള്ളൂ ശർക്കരയായിരുന്നു. പ്രായം ചെന്ന ആളുകൾക്കൊക്കെ ഓർമ്മ ഉണ്ടാവും. അന്ന് വീട്ടിലൊക്കെ രാവിലെ ചായക്ക് ചക്കര ഇട്ടിട്ടുള്ള ചായ ഉണ്ടാക്കാറ്. അന്നൊക്കെ പൂതി ആകാറ പഞ്ചസാര ഇട്ടാണ്ട് ചായ കിട്ടുമോ? അത് ഉസ്താദുമാരെ ചെലവോ അല്ലെങ്കിൽ പെരുന്നാളോ ഒക്കെ ആകണം പഞ്ചസാര ഇട്ടിട്ട് ചായ കിട്ടാൻ. കാരണം കൂടുതൽ വിലയാണ്. ഇന്ന് നേരം മാറിയല്ലോ. പഞ്ചസാരയേക്കാൾ വില ശർക്കര കൈപ്പോയി. അപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ ചില സാധനങ്ങൾക്ക് അങ്ങനെ വ്യത്യാസങ്ങൾ വരാറുണ്ട്. നിമിതങ്ങളുടെ കാലത്ത് സ്വർണവും വെള്ളിയും ഏറെക്കുറെ ഒരേ വിലയിലായിരുന്നുവെങ്കിൽ ഇന്ന് വളരെ വ്യത്യാസമുണ്ടായി. വ്യത്യാസമുള്ള ഈ കാലത്ത് ഏതിനടിസ്ഥാനപ്പെടുത്തിയാണ് സക്കാത്തിന്റെ നിസാബിനെ കണക്കാക്കേണ്ടത്? സ്വർണത്തെ അടിസ്ഥാനപ്പെടുത്തിയാണെങ്കിൽ 2 ലക്ഷത്തിലേറെ രൂപ ഒരാളുടെ കയ്യിൽ കൊല്ലം തികഞ്ഞുണ്ടാകണം. വെള്ളിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് സക്കാത്തിന്റെ നിസാബ് കണക്കാക്കുന്നത് എങ്കിൽ 10-30,000 രൂപ ഉണ്ടായാൽ, ഒരു വർഷമുണ്ടായാൽ അവൻ സക്കാത്ത് കൊടുക്കാൻ നിർബന്ധിതനാവും. ഏതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാ? അല്ലാമ നബി റളിയല്ലാഹു അൻഹു തന്റെ ശറഹുൽ മിൻഹാജിൽ പറയുന്നത്, സക്കാത്തിന്റെ അവകാശികൾക്ക് ഉപകാരപ്രദം ഏതാണോ സക്കാത്ത് കൊടുക്കണോന്നല്ല. സക്കാത്ത് കൊടുക്കണോന്ന് സ്വർണത്തെ അടിസ്ഥാനപ്പെടുത്താൻ നന്നാകുക. എന്നാ പിന്നെ 50,000, 1 ലക്ഷമോ 1.5 ലക്ഷമോ ഒന്നും കാശുണ്ടായ സക്കാത്ത് കൊടുക്കാൻ നിർബന്ധമില്ലാന്ന് വരും. സക്കാത്ത് വാങ്ങുന്നവന് ഗുണകരമായത് ഏതോ അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് കണക്കാക്കേണ്ടത് എന്ന. അപ്പൊ ഒരാളുടെ കയ്യിൽ മുഹറം 1 ഒരു 30,000 ഉറുപ്പ ഉണ്ട് നോക്കുക. 30,000 രൂപയുണ്ട്. അടുത്ത മുഹറം 1 അവന്റെ കയ്യിൽ 30,000 രൂപയുണ്ടായാൽ കൊല്ലം പൂർത്തിയായി. സക്കാത്ത് കൊടുക്കാനുള്ള നിസാബ് കണക്കെത്തുകയും കണക്കെത്തിയതിന്റെ ശേഷം കൊല്ലം പൂർത്തിയാവുകയും ഇങ്ങനെ 2 നിബന്ധനയാണുള്ളത്. അത് രണ്ടും ഉണ്ടായാൽ അടുത്ത മുഹറം 1 30,000 രൂപയുടെ 2.5% സക്കാത്ത് കൊടുക്കണം. 2.5% എന്ന് എവിടുന്ന് കിട്ടിയ ഉസ്താദേ? അതിൽ നിന്ന് റുബുഉൽ ഉസ്റാണ് സക്കാത്ത് കൊടുക്കേണ്ടത് എന്ന് ഹദീസുണ്ട്. റുബുഉൽ ഉസ്ർ എന്ന് പറഞ്ഞാൽ 1/4. 1/4 ഉള്ളതിന്റെ നേരർത്ഥം പറയാ റുബുഉൽ ഉസ്ർ. ഉസ്ർ എന്ന് പറഞ്ഞാൽ 1/1, അതിന്റെ 4/1. അപ്പോ 40/1. 40/1 പറഞ്ഞാൽ 2.5%. കണക്ക് വ്യത്യാസം നീ പറയണേ. 40/1 സക്കാത്ത് കൊടുക്കേണ്ടത്, അഥവാ 2.5%. 1 ലക്ഷം രൂപയാണ് എങ്കിൽ 2,500 രൂപ. ഈ രൂപക്ക് സക്കാത്തുണ്ടാകുന്നത്, റിയാലിനും ഡോളറിനും സക്കാത്തുണ്ടാകുന്നത് അത് സ്വർണത്തിന്റെയോ വെള്ളിയുടെയോ പകരമാണ് എന്നതിനാലാണ്. അതിന്റെ നിക്ഷേപത്തിന്റെ മൂല്യമാണ് എന്നതിനാലാണ്. ഇനിയിപ്പോ ഞാൻ പറഞ്ഞത് 10 പവൻ സ്വർണമുണ്ടായാൽ അവൻ സക്കാത്ത് കൊടുക്കാൻ നിർബന്ധിതനാണ്. പക്ഷേ ലാ സക്കാത്ത ഫീ ഹുലിയിൻ. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിലുള്ളതാണ് ലാ സക്കാത്ത ഫീ ഹുലിയിൻ. ആഭരണത്തിൽ സക്കാത്ത് ഇല്ല. പക്ഷേ ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ വിവരിക്കുന്നുണ്ട്. ഏതാഭരണം ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ഹലാലായ ആഭരണമാണ് എങ്കിൽ അതിൽ സക്കാത്തില്ല. എല്ലാ ആഭരണങ്ങൾക്കും സക്കാത്തില്ല എന്ന് എവിടെയും കാണാൻ കഴിയില്ല. തുഹ്ഫത്തുൽ മുഹ്താജ് പ്രധാനപ്പെട്ട ശാഫി മദ്ഹബിലെ ഫിഖ്ഹി ഗ്രന്ഥമാണ്. തുഹ്ഫയിൽ മഹാനായിരിക്കുന്ന അല്ലാമ നബവി റളിയല്ലാഹു അൻഹു പറയുകയാ, വയുസക്കൽ മുഹറമു മിൻ ഹുലിയിൻ വഗൈരിഹി വകദൽ മക്റൂഹു ലൽ മുബാഹു ഫിൽ അദ്ഹരി. വയുസക്കൽ മുഹറമു ഹറാമാക്കപ്പെട്ട സ്വർണ്ണത്ത ആഭരണമോ ആഭരണമല്ലാത്തതോ ആയ സ്വർണ്ണ വെള്ളിക്ക് സക്കാത്ത് നൽകപ്പെടണം. വകദൽ മക്റൂഹു, ഇതുപോലെയാണ് കറാഹത്താക്കപ്പെട്ട സ്വർണം വെള്ളിയും.
ഹറാമായ സ്വർണം എന്ന് പറഞ്ഞാൽ സ്വർണം പിന്നെ ഹറാമോ ഹലാലുണ്ടോ? ഞാൻ ജ്വല്ലറിയിൽ നിന്ന് ഒരു സ്വർണ്ണ ചെയിൻ വാങ്ങി. എന്തിന്? എനിക്ക് ധരിക്കാൻ. പുരുഷൻ സ്വർണം ധരിക്കൽ ഹറാമാ. ഞാൻ സ്വർണം കടയിൽ നിന്ന് അത് വാങ്ങുന്നത് എനിക്ക് ധരിക്കാനാ. ആ സ്വർണം ഹറാമായ സ്വർണം. കാരണം അത് വാങ്ങുമ്പോഴുള്ള ഖസ്ദ്, നിയ്യത്ത് ഒരു പുരുഷന് ധരിക്കാനാണ് എന്നതിനാൽ ആ വാങ്ങൽ ഹറാം, അത് ധരിക്കലും ഹറാം. അത് 10 പവനായാൽ സക്കാത്ത് കൊടുക്കൽ നിർബന്ധം. സംഗതി ഹറാമാണ്. ഞാൻ എന്റെ കഴുത്തിൽ ഒരു സ്വർണ്ണ ചെയിൻ, ഒരു 12 പവന്റെ സ്വർണ്ണ ചെയിൻ ഇട്ട് നടക്കാൻ എനിക്കൊരു ബോധി. അങ്ങനെ ചില ചെറുപ്പക്കാരൊക്കെ ഇടാറുണ്ടെന്ന് കേട്ടു. കടുത്ത ഹറാമാണത്. ഒരു കാരണവശാലും പുരുഷന്മാർക്ക് സ്വർണം ധരിക്കാൻ പാടില്ല. സ്വർണം ധരിക്കേണ്ടത് അത് പുരുഷന്മാർക്കല്ല, അത് സ്ത്രീകൾക്ക് പ്രത്യേകമായി അനുവദിക്കപ്പെട്ടത്. സ്വർണവും പട്ടും, അതൊക്കെ ഹദീസുകളുടെ വിശദീകരിക്കുന്നത്. സ്വർണവും പട്ടും അത് സ്ത്രീകൾക്ക് ഭർത്താവിന്റെ മുന്നിൽ അലങ്കരിക്കാൻ വേണ്ടി, സൗന്ദര്യവർദ്ധനയ്ക്ക് വേണ്ടി അല്ലാഹു തആല അനുവദിച്ചിരിക്കുന്ന 2 സാധനങ്ങളാണ്. പുരുഷന്മാർ അത് ധരിക്കാൻ പാടില്ല, ഹറാമാ. പുരുഷന്മാർക്ക് ധരിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടെ വാങ്ങിയാൽ അത് ഹറാമാണ്. അപ്പോ പുരുഷന്മാർ ധരിക്കുന്നതാണ് എങ്കിൽ 10 പവനായാൽ സക്കാത്ത് കൊടുക്കണം. 8 പവനോ 9 പവനൊക്കെ ഉള്ളൂ എങ്കിൽ സക്കാത്തില്ല. നേരെ മറിച്ച് സ്ത്രീകൾ ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങിയ ആഭരണം, ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങുന്ന ആഭരണം എത്ര വരെ ഉപയോഗിക്കൽ ഹലാല്, എത്ര ആയാൽ ഹറാമ്, ഇനി അതാണ് നോക്കാനുള്ളത്. ഹറാമായ സ്വർണ്ണാഭരണമാണ് എങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കൽ നിർബന്ധം. ഉപയോഗിക്കുന്ന ഹലാലായ സ്വർണ്ണാഭരണമാണ് എങ്കിൽ ഷാഫി മദ്ഹബ് പ്രകാരം അതിൽ സക്കാത്ത് ഇല്ല. എത്രയാണ് ഉപയോഗിക്കൽ ഹലാൽ, അത് ഉർഫ് പ്രകാരമാണ് തീരുമാനിക്കേണ്ടത്. ഉർഫ് പറഞ്ഞാൽ നാട്ടുനടപ്പ്. നാട്ടുനടപ്പ് എത്ര കണ്ട് ഈ കക്ഷി ഉപയോഗിക്കലാണോ അതന്നെയാണ് ഉപയോഗിക്കലിന്റെ ഹലാലിന്റെയും ഹറാമിന്റെയും പരിധീന. ഉപയോഗിക്കലിന്റെ പരിധി ഉറഫെങ്ങനെ? അത് ആളുകളുടെ അവസ്ഥക്കനുസരിച്ച്. ഇപ്പൊ എല്ലാവർക്കും ഒരേ വലിപ്പത്തിലുള്ള ഒരു വീട് അത് പ്രായോഗികമല്ല. ഒരേ രൂപത്തിലുള്ള ജീവിതം അത് പ്രായോഗികമല്ല. സാമ്പത്തിക ശേഷി നൽകപ്പെട്ട ഒരു വ്യക്തിയാണ് എങ്കിൽ അവന്റെ ശേഷിക്കനുസരിച്ച് അവനോട് യോജിക്കുന്ന ഒരു വീട് ഉണ്ടാക്കൽ അനുവദനീയമാണ്. വിവിധങ്ങൾ പറഞ്ഞല്ലോ, ഇന്നല്ലാഹ യുഹിബ്ബു അൻ യറാ അസറ നിഅമതിഹി അലാ അബ്ദിഹി. ഇന്നല്ലാഹ യുഹിബ്ബു അൻ യറാ അസറ നിഅമതിഹി അലാ അബ്ദിഹി. അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നുണ്ട് അൻ യറാ, അവൻ കാണാൻ, അസറ നിഅമതിഹി അലാ അബ്ദിഹി, ഒരാൾക്ക് അല്ലാഹു തആല കൊടുത്ത അനുഗ്രഹം അയാളിൽ പ്രകടമായി കാണാൻ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നുണ്ട്. അല്ലേ, ഒരാൾ വലിയ സമ്പന്നനാ, പക്ഷെ അയാൾ കീറി പറഞ്ഞൊരു വസ്ത്രം ധരിക്കണത്, ചെരുപ്പാണെങ്കിൽ ധരിക്കാറില്ല, വീടാണെങ്കിൽ ഒരു മറച്ചിട്ട് ഒരു കൂര. അയാൾ പേരയും കൂടിയും അയാളെ വസ്ത്രക്കോടെ കണ്ട 4 ആളുകൾ പിരിവെടുത്തിട്ടെന്ന് കൊടുക്കാൻ തോന്നും. ആ രൂപത്തിലാണ് മൂപ്പരെ ജീവിതം. അയാളോ വീട്ടുപോയോ കണ്ടേ, ചെറിയ കൂരയാണെങ്കിലും ഉള്ള പെട്ടിയിലൊക്കെ മൂപ്പരെ അക്കൗണ്ട് ബുക്കാ. ഇഷ്ടം പോലെ മുതലുണ്ട്. ബുഖില് എന്നതിന് പറയാം, അതിന് സുഹൃദ് എന്നല്ല പറയുന്നത്. സുഹൃദ് എന്ന് പറഞ്ഞ പരിത്യാഗം. പരിത്യാഗം എന്ന് പറഞ്ഞാൽ സ്വന്തം മുതൽ കൈവശപ്പെടുത്താതെ അതൊക്കെ മറ്റുള്ളവർക്ക് നൽകി ഇവൻ ഒന്നുമില്ലാതെ ജീവിക്കുക. ഇതങ്ങനല്ല, ഉണ്ട്, വേറെള്ളവർക്ക് കൊടുക്കൂല, എന്നാ അവനെങ്കിലും സ്വന്തം ഉപയോഗിക്കൂല. ഇത് പാടില്ല എന്നാ. അവനാൻ അല്ലാഹു തആല നൽകിയ ശേഷിക്കനുസരിച്ച് അവനാനിൽ അത് പ്രകടമായി കാണാൻ അള്ളാഹ്ക്ക് ഇഷ്ടാണ്. ഇതാണ് ഹദീസ്, ഇന്നല്ലാഹ യുഹിബ്ബു അൻ യറാ അസറ നിഅമതിഹി അലാ അബ്ദി. അഹങ്കാരം പാടില്ല. ഒരു കാറ് വാങ്ങി യാത്ര ചെയ്യാൻ കഴിയുന്നവനാണ് എങ്കിൽ അവൻ കാറ് വാങ്ങി തന്നെ സഞ്ചരിക്കട്ടെ. ഒരു നല്ല വീടുണ്ടാക്കി താമസിക്കാൻ കഴിയുന്നവനാണ് എങ്കിൽ അവൻ അങ്ങനെ തന്നെ താമസിക്കട്ടെ. അവൻ ഇരിക്കക്കൂര ഉണ്ടാക്കി ചെറിയ ഒരു മർച്ചിട്ടുണ്ടാക്കിയിട്ട് ഉള്ള കാശോൻ ചന്തിനോട്ടിൽ അമർത്തി വെച്ച് ഉപയോഗിക്കില്ല, വേറെള്ളവർക്ക് കൊടുക്കൂല. ആ രൂപത്തിൽ ബുഖില് കാണിക്കാൻ, ലുബ്ധത കാണിക്കാൻ പാടില്ല. അപ്പൊ ഇവന്റെ വീട് അവനോട് യോജിക്കുന്നതാകണം, മറ്റവന്റെ വീട് അവനോട് യോജിക്കുന്നതാകണം. ഒരു പാവപ്പെട്ട ഒരാൾ അവൻ അവിടുന്ന് ഇവിടുന്നും കടം വാങ്ങിയിട്ടോ സക്കാത്തിന്റെ കാശ് സ്വരൂപിച്ചിട്ടോ ഒക്കെ അവനേക്കാളും വലിയ ഒരു വീട്, അവന്റെ കപ്പാസിറ്റിനോട് യോജിക്കുന്നതിനേക്കാളും വലിയൊരു വീടുണ്ടാക്കി അതിൽ താമസിക്കുക, അത് ശരിയല്ല. കാരണം അവന്റെ സാമ്പത്തിക ശേഷിനോട് യോജിക്കുന്നതല്ല അത്.
ഓരോരുത്തരുടെയും ശേഷിനോട് യോജിക്കുന്ന രൂപത്തിൽ അവനാൻ ജീവിക്കുക, അഹങ്കാരമില്ലാതെ. ഇത് അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. എന്നതുപോലെയാണ് ആഭരണം ധരിക്കുന്ന വിഷയത്തിലും. സാമ്പത്തിക ശേഷിയുള്ള കുടുംബത്തിൽ പറഞ്ഞൊരു പെൺകുട്ടിയാ 10, 50, 60 പവൻ ധരിക്കുക എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഓവർ എന്നല്ല. ആ സാമ്പത്തിക ശേഷി നൽകപ്പെട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം അത്ര പവൻ ധരിക്കുക എന്നുള്ള കേരളീയ സാഹചര്യത്തിൽ ഒരു നാട്ടു നടപ്പാണ് എങ്കിൽ 50, 60 പവൻ ഉണ്ടെങ്കിലും അതിന് സക്കാത്ത് നൽകൽ നിർബന്ധമില്ല. പക്ഷെ അത് ഉപയോഗിക്കുന്നതാണ് എങ്കിൽ, ഉപയോഗിക്കാതെ ലോക്കറിൽ കൊണ്ടുപോയി വെക്കപ്പെടുന്നതാണ് എങ്കിൽ അത് ഇസ്തിമാലിനല്ല ഇദ്ദിഖാറിനാണ്. ആ ആഭരണത്തിന് സക്കാത്ത് നൽകൽ നിർബന്ധമാണ് എന്ന് വഅലമു ഉമ്മത്ത് മുഹമ്മദ്. ഉപയോഗം എന്ന് പറഞ്ഞാൽ എന്നുപയോഗിച്ചോളന്നില്ല, ഇടക്കും തലക്കും ഉപയോഗിച്ചാൽ മതി. ഉപയോഗിക്കണം എന്ന ലക്ഷ്യത്തോടെ ഉണ്ടാക്കപ്പെട്ടാൽ മതി. ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്ത് പുതുക്കം കൊണ്ടുവരുന്ന അവസരത്തിൽ 60 പവൻ ഉണ്ടാക്കി അത് ധരിച്ചുകൊണ്ടാണ് അവൾ വീട്ടിൽ നിന്നും പുതിയണ്ണായി ഇറങ്ങിപ്പോന്നത്. അവളുടെ ഉപ്പ അത് വാങ്ങിയത് എന്റെ മകൾക്ക് ഉപയോഗിക്കാൻ എന്ന ഉദ്ദേശത്തോടെയാണ് അവൾ അത് ഉപയോഗിച്ചിട്ട് ഇറങ്ങിപ്പോന്നത്. ഭർത്താവിന്റെ വീട്ടിലെത്തിയതിനു ശേഷം അത് ഊരിവെച്ചു. ആ വലിയ 12 പവന്റെ വലിയൊരു ചെയിൻ അത് ഊരിവെച്ചു. പിന്നെ അത് ഉപയോഗിക്കുന്നത് ഒരു 3 മാസം കഴിഞ്ഞതിന് ശേഷം ഒരു സൽക്കാരത്തിനൊടുക്ക പോകുമ്പോഴാണ്. അവിടെ പോയി വന്നപ്പോ അത് ഊരിവെച്ചു. പിന്നെ ഒരു 4 മാസം കഴിഞ്ഞതിന് ശേഷം ഒരു കല്യാണത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചത്. അതിനുശേഷം പിന്നെ അത് ഉപയോഗിച്ചിട്ടില്ല. അപ്പോഴേക്കൊരു കൊല്ലം തേഞ്ഞു. എന്നാൽ അത് സൂക്ഷിക്കാൻ വേണ്ടി വെക്കപ്പെട്ടതാണെന്ന നിലയിൽ സക്കാത്ത് നിർബന്ധമാകുമോ? ഉപയോഗിക്കാൻ വേണ്ടിയുള്ളതാണെന്നുള്ളവർക്ക് സക്കാത്ത് നിർബന്ധമില്ലാത്തതാണോ? അത് ഉപയോഗിക്കുന്നതാണ് എന്നതിനാൽ സക്കാത്ത് നിർബന്ധമില്ലാത്ത ആഭരണമാണ്. അവ ഇടക്കും തൽക്കാലം ഉപയോഗിച്ചിട്ടുള്ളൂ, മതി. നേരെ മറിച്ച് വിവാഹം ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് അവൾ ധരിച്ചിരുന്നൊരു 12 പവന്റെ ചെയിൻ ഭർത്താവിന്റെ വീട്ടിൽ വന്നു. അന്നത് ഊരി പെട്ടിയിൽ വെച്ചു. ഭർത്താവ് പറഞ്ഞു, എടി എനിക്ക് 2 ലക്ഷം റുപ്യ കടണ്ട്, നീ ആ ചെയിനൊന്ന് തന്നാൽ അത് പണയം വെച്ചിട്ട് അതിന് കുറച്ച് വാശ് വാങ്ങി എനിക്കെന്റെ ആവശ്യം നിറവേറ്റാം. ബാങ്കുമായിട്ടുള്ള ഇടപാടിന്റെ ഹറാം ഹലാൽ അതറക്കട്ടെ, പലിശയുമായി ബന്ധപ്പെട്ടതൊക്കെയും ഹറാം, അത് വേറെ. ഇവളെ ഈ 12 പവൻ ചെയിൻ സ്വർണ്ണാഭരണം വാങ്ങിയിട്ട് ബാങ്കിൽ കൊണ്ടുപോയി പണയം വെച്ചു. ഒരു മുഹറം 1 കൊണ്ടുപോയി പണയം വെച്ചത്. അടുത്ത മുഹറം 1 അത് എടുത്തിട്ടില്ല. എന്നാൽ ബാങ്കിൽ വെച്ച 12 പവന്റെ 2.5% സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. കാരണം അത് ഉപയോഗിക്കാനുള്ള പണ്ടം അല്ലാത്ത അവസ്ഥയിലായി, സൂക്ഷിപ്പ് സ്വത്ത് എന്ന അവസ്ഥയായി. അതിനാൽ അതിന് സക്കാത്ത് നിർബന്ധമാണ്. ബാങ്കിൽ വെക്കപ്പെടുന്നത് അത് ഉപയോഗിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെയല്ല, അവിടെ സൂക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബാങ്കുകാരത് വാങ്ങിവെച്ചത്. അവന് 1 ലക്ഷം രൂപ ഇത് കൊണ്ടുവന്ന് വെച്ചവന് ഇവൻ കടമായി കൊടുത്തത് അത് ഇവിടെ വദിയത്തായി വെക്കട്ടെ എന്ന നിലയിലാണ്. അഥവാ ആ കടം വാങ്ങിയ 1 ലക്ഷം അവൻ വീട്ടിയില്ലെങ്കിൽ ഇവന്റെ ആഭരണം വിറ്റ് ആ കടം നികത്താം എന്ന രൂപത്തിലല്ലേ ബാങ്കുകാർ വാങ്ങിവെക്കുന്നത്. ഒരു സൂക്ഷിപ്പ് സ്വത്ത് എന്ന നിലയിലാണ് ആ ബാങ്കുകാർ വാങ്ങിവെക്കുന്നത്. അത് ആരുടെ ഉടമയിലാണോ ഉള്ളതോ ആ ഉടമക്കാരൻ അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ് എന്നോ ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാ. ചുരുക്കി പറഞ്ഞാൽ, ഉപയോഗിക്കുന്ന ആഭരണമോ അതോ സൂക്ഷിക്കുന്ന ആഭരണമോ? ഉപയോഗിക്കുന്ന ആഭരണമാണ് എങ്കിലോ, സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന ആഭരണമാണ് എങ്കിലോ അത് സ്ത്രീകൾക്കേ ഹലാലുള്ളൂ. ആ ഹലാലായ ആഭരണത്തിന് സക്കാത്തില്ല. സൂക്ഷിക്കപ്പെടുന്ന ആഭരണമാണ് എങ്കിൽ സക്കാത്തുണ്ട്. നമ്മുടെ മലപ്പുറം ജില്ലയിലൊക്കെ ഇപ്പൊ സർവ്വസാധാരണ ഒരു 50 പവനൊക്കെ സ്വർണം പറഞ്ഞാൽ സ്ത്രീധനം പറയാന്നുള്ളത് അത്ര വലിയ എളുപ്പത്തരാണ്. അത് വേറെ കാര്യം. ഞാൻ എല്ലാം നടപ്പ് പറയാണ് എന്നല്ലാതെ അതിന് അനുകൂലിച്ചോ അതിനെ പ്രോത്സാഹിപ്പിച്ചോ അല്ല. 50 പവൻ പറഞ്ഞാൽ 10, 20, 25 ഒക്കെ ഉപയോഗിക്കുള്ളൂ. ഒരു 25 പവൻ കൊണ്ട് ആഭരണം വാങ്ങിക്കൊടുക്കും. ബാക്കി 25 കോയിൻസ് കൊടുക്കും. പണ്ട് 25 സ്വർണ്ണ കോയിൻസ്, ഓരോ പവന്റെ ഓരോ സ്വർണ്ണ കോയിൻസ് ആരെടുത്ത്? ഭർത്താവിന്റെ കയ്യിൽ അല്ലെങ്കിൽ ഭർത്താവിന്റെ ഉപ്പാന്റെ കയ്യിൽ കൊടുക്കും. അത് സ്വർണ്ണ, സക്കാത്ത് നിർബന്ധ. ആ വാങ്ങിവെച്ച സ്വർണ്ണ കോയിൻസിന് കൊല്ലം തികയുന്ന അവസരത്തിൽ 2.5% സക്കാത്ത് കൊടുക്കണം.
അപ്പൊ ഓരോരുത്തർക്കും ഇങ്ങനെ ചോദിക്കാൻ മുട്ടുണ്ടാവും, ആരത് കൊടുക്കേണ്ടി ഉസ്താദേ? ചെറുപ്പക്കാർക്ക് ഇങ്ങനെ ചോദിക്കാണ്ടാവും, ആരാ അത് കൊടുക്കേണ്ടത്? ഞാനാണോ, എന്റെ ഭാര്യയാണോ, അല്ല എന്റെ അമ്മച്ചാക്കയാണോ? ആരാ സക്കാത്ത് കൊടുക്കാൻ നിർബന്ധിതൻ? ഈ സ്ത്രീധനം എന്ന് പറഞ്ഞത് ആരുതാ? അയാൾ കൊടുക്കണം. ആ സാധനം ആരുതാ? പെണ്ണിന്റെതാ? ഭർത്താവിൻ്റെതാ? പെണ്ണിന്റെ ഉപ്പാന്റെതാ? വല്ലാത്തൊരു സാധനമാണ് ഈ സ്ത്രീധനം എന്ന് പറഞ്ഞ മണ്ണാങ്കട്ട തമ്പുരാനായവനെ. ആരതിന്റെ ഉടമ എന്ന് പോലും വ്യക്തമായി പറയാൻ കഴിയാത്ത വല്ലാത്തൊരു മുതലായിപ്പോയി. ഭർത്താവിൻ്റെതാ? അപ്പ കിട്ടും. തൊലാക്കാണ് നോക്കണം, വരച്ച വരുമെന്നാണ് കൊടുക്കണ്ടേ? തൊലാക്കാട്ട് നടന്നാൽ വരച്ച വരമ്പലാണ് കൊടുക്കണോ? ഇത്ര പവനെ കൊടുത്തിരുന്നത്, ഇത്ര ഉറുപ്പ്യ കൊടുത്തിരുന്നത് വെച്ചാട്ടൊക്കെ മേശപ്പുറത്ത് നോക്ക്. അതാണ് കൊടുത്തിട്ട് തൊലാക്കാണ് സംഭവിപ്പിക്കാറ്. അതാണ് നാട്ടു നടപ്പ്. അപ്പൊ ഈ സ്ത്രീധനം കൊടുക്കലോട് കൂടെ ഭർത്താവിനെ ഉടമയാക്കി കൊടുക്കുന്നില്ല എന്നായി. ഭർത്താവിന്റെ ഉടമയിൽ വന്നാൽ, ഉടമയിലാക്കപ്പെട്ടാൽ, ഉടമയിലാകൽ എങ്ങനെ? ദാനമായി കൊടുക്കുക. എനിക്കൊരു മഹർ വാങ്ങാനും കൂടി കഴിയാത്ത എരപ്പന, കൊടുക്കട്ടെ ഞാൻ തരാം എനിക്ക് എന്നുള്ള ആൾക്ക് കൊടുക്കാൻ നോക്കുക. എന്റെ മോക്കൊരു മഹർ വാങ്ങാനും കൂടി സ്വന്തമായി നിനക്ക് സാധിക്കാത്ത ഒരു എരപ്പളില്ലേ, എന്റെ വക ഞാൻ കാശ് തന്നോളാം. ഇതാണല്ലോ ഈ സ്ത്രീധനം കൊടുക്കണതിന്റെ പിന്നുള്ള ലക്ഷ്യം. ആ എരപ്പത്തരത്തിൽ നിന്ന് എന്റെ പൊന്നു ചെറുപ്പക്കാർ മാറി നിൽക്കണം. എന്റെ ചെറുപ്പക്കാർ മാറി നിൽക്കണം. അവൾക്കൊരു മഹറുണ്ടാക്കി കൊടുക്കാൻ പോലും ശേഷിയില്ല എനിക്കില്ലേ, അതിന് ഞാൻ ഒപ്പിച്ചു തരാന്നുള്ളൊരു അവസ്ഥയാണല്ലോ അതിന്റെ പിന്നിൽ വന്നു ചേരുന്നത്. എന്നാലോ അതെനിക്ക് ഞാൻ ദാനമായി നൽകി എന്ന അവസ്ഥയിലാണോ ഈ അമോശം കൊടുക്കുന്നത്? എങ്കിൽ ദാനമായി നൽകപ്പെട്ട് തിരിച്ചു ചോദിക്കാൻ അവകാശമില്ല. 2 ലക്ഷം രൂപ സ്ത്രീധനമായി നൽകിയിരുന്നത് ത്വലാഖ് ചെല്ലപ്പെടുന്ന അവസരത്തിൽ തിരിച്ചു ചോദിക്കുന്നത് തന്നെ എന്തുകൊണ്ടാ? ദാനമായി നൽകപ്പെട്ടതുകൊണ്ടല്ല. 2 ലക്ഷം കൊടുക്കുന്ന അവസരത്തിൽ ദാനമായി നൽകപ്പെട്ടതാണ് എങ്കിൽ പിന്നെ തിരിച്ചു ചോദിക്കൂല, ചോദിക്കാൻ അവകാശമില്ല. ദാനം കൊടുക്കലോട് കൂടെ അവന്റെ ഉടമയിലായി. ഒരു കടം, ഒരു വായ്പ എന്ന രൂപത്തിലാണ് കൊടുക്കുന്നത്. അത് തിരിച്ചു പിന്നെ കൊടുക്കേണ്ടി വരികയാണ്. ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ അതിന്റെ ഉടമ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അവനല്ലെങ്കിൽ പെണ്ണിനാണ് ഉപ്പ കൊടുത്തത് എങ്കിൽ ആ പെണ്ണാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ കോയൻസായി വെക്കപ്പെടുകയാണെങ്കിൽ അത് ആഭരണമല്ല. ഉപയോഗിക്കുന്ന ആഭരണത്തിന്, ഹലാലായ ആഭരണത്തിന് മാത്രമേ സക്കാത്ത് ഇല്ലാത്തതുള്ളൂ. ഇത് ഉപയോഗിക്കുന്ന ആഭരണമല്ല, കോയൻസാണ്. അതിനാൽ 10.5 പവലിന് അധികമാണ് എങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ് എന്ന. അപ്പോ നാണയങ്ങള്, സ്വർണം, വെള്ളി, അതേപോലെ കാശ്, ഇതിന്റെ സക്കാത്ത് സംബന്ധമായ പറഞ്ഞത് ചുരുക്കുകയാണ്. ഇനി കൃഷിയിലെ സക്കാത്ത്. കൃഷിയിലെ സക്കാത്തിനെ പറ്റി അല്പം ചില കാര്യങ്ങൾ പറഞ്ഞ് കച്ചവടത്തിന്റെ സക്കാത്തും സൂചിപ്പിച്ച് നമുക്ക് അവസാനിപ്പിക്കാൻ ആരും പോകണ്ട. കൃഷിയിലെ സക്കാത്തിനെ സംബന്ധിച്ചിടത്തോളം ചില ആളുകൾ പലപ്പോഴും ധരിക്കുന്നത് പലവിധ കൃഷികളും ഇവിടെ നടക്കുന്നുണ്ട്, അതിനൊക്കെയും സക്കാത്ത് നിർബന്ധമാണ് എന്ന. അങ്ങനല്ല. കാർഷിക വിളകൾ 2 വിധത്തിലാണ്. ഒന്ന് ഭക്ഷ്യവിള, മറ്റൊന്ന് നാണ്യവിള. കാർഷിക വിളകൾ 2 വകുപ്പാ. ഒന്ന് ഭക്ഷ്യവിള, മറ്റൊന്ന് നാണ്യവിള. നെല്ല്, ഗോതമ്പ്, ചോളം പോലുള്ളതൊക്കെ ഭക്ഷ്യവിളയാണ്. ചേമ്പ്, ചേന, റബ്ബർ തുടങ്ങിയതൊക്കെയും, തേങ്ങ, അടക്ക പോലുള്ളതൊക്കെയും നാണ്യവിളകളാണ്. നാണ്യവിളകൾക്ക് വിള എന്ന രൂപത്തിൽ സക്കാത്തില്ല. അത് വിറ്റുണ്ടാകുന്ന കാശ് 10.5 പവൻ സ്വർണമോ 595 ഗ്രാം വെള്ളിയുടെയോ മൂല്യത്തിന് കാശ് അത് മുഖേന ഉണ്ടായാൽ അതിന് സക്കാത്ത് നിർബന്ധമാണ്. അതെന്തുകൊണ്ട്? സാധാരണഗതിയിൽ അടക്ക കൃഷി നാം ചെയ്യുന്നുണ്ട്, റബ്ബർ കൃഷി നാം ചെയ്യുന്നുണ്ട്. എന്തിനാണത്? അത് ഭക്ഷണമായി ഉപയോഗിക്കാനാ? അല്ല, അതിലൂടെ നാണയങ്ങൾ ഉണ്ടാക്കി തീർക്കാനാ. അത് നാണ്യവിളയാണ്. അത് ജീവിക്കാൻ ആവശ്യമായ ഒരു വരുമാനം എന്ന രൂപത്തിലാണ്. നേരെ മറിച്ച് നെല്ലും ഗോതമ്പും ചോളവും ഒക്കെ ഉണ്ടാക്കുന്നത് അത് ജീവിക്കാൻ ആവശ്യമായ ഒരു വിഭവം, മുഖ്യാഹാരം എന്ന രൂപത്തിലാണ്. അവനല്ലെങ്കിൽ അവൻ വിറ്റിട്ട് വേറാർക്കെങ്കിലും, അവൻ വിറ്റാൽ വേറാർക്കെങ്കിലും ഒരു ഭക്ഷണമായി ഉപയോഗിക്കുന്നതല്ല. അടക്കയും റബ്ബറും ഗോതമ്പും ചോളവും അരിയുമൊക്കെ ഭക്ഷണമായി ഉപയോഗിക്കുന്നത് അത് ഭക്ഷ്യവിളയാണ്. ആ ഭക്ഷ്യവിളയിൽ ആരാണോ കൃഷി ചെയ്തുണ്ടാക്കുന്നത് ആ ഉടമക്കാരൻ അതിന്റെ
ഇത്ര ശതമാനം നിസാബെത്തിയാൽ, അഥവാ 10 ഔസുഖ് എന്ന് പറഞ്ഞാൽ 1800 ലിറ്റർ വരും. 1800 ലിറ്റർ നെല്ല് വരും. ആ നെല്ല് ഒരാൾക്ക് ഉണ്ടായാൽ ആ കൃഷിയിൽ അദ്ദേഹത്തിന് സക്കാത്ത് കൊടുക്കൽ 20-1 സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. നനച്ചുണ്ടാക്കിയതാണ് എങ്കിൽ 20-1 സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. കാരണം എന്താ? ആ നെല്ല് മറ്റുള്ള ദാരിദ്ര്യമുള്ള ആളുകൾക്ക് ജീവിക്കാൻ അനിവാര്യമായിരിക്കുന്ന കൂത്ത് മുഖ്യാഹാരമാണ്. ആ മുഖ്യാഹാരത്തിന് ഇയാളിൽ നിന്ന് ഈ നെല്ല് അരിയായി കിട്ടണമെന്ന് വേണം. അതിനാൽ സക്കാത്തായി അദ്ദേഹം കൊടുക്കണം. അപ്പൊ ചില ആളുകൾക്ക് പലപ്പോഴും ഉണ്ടാകുന്ന സംശയം, ഇത്രത്തോളം ചെലവ് വരുന്ന നെൽകൃഷി പോലുള്ളത് ഒരു കർഷകൻ ചെയ്താൽ ഭീമമായ സംഖ്യ ചെലവഴിച്ച് അദ്ദേഹം ഉണ്ടാക്കുന്ന കൃഷിയിൽ ഇത്ര നെല്ലുണ്ടായാൽ അതിന്റെ 20-1 സക്കാത്തായിട്ട് ഇദ്ദേഹം കൊടുക്കാൻ നിർബന്ധിതനാകുന്നു. വലിയ റബ്ബർ തോട്ടങ്ങളും ഏലത്തോട്ടങ്ങളും കുരുമുളക് തോട്ടങ്ങളും ഒക്കെ ഒരാൾക്കുണ്ടായി അതിൽ നിന്ന് ഭീമമായ സംഖ്യ അദ്ദേഹം സ്വരൂപിച്ചുണ്ടാക്കുകയും ചെയ്താൽ അദ്ദേഹം സക്കാത്ത് കൊടുക്കാൻ നിർബന്ധിതനുമല്ല. പാവപ്പെട്ട കർഷകരെ പിടികൂടി ഇങ്ങനെ കുരുമുളകും ഏലവും റബ്ബറും ഒക്കെ കൃഷി ചെയ്ത് വരുമാനമുണ്ടാക്കുന്ന ഒരാളെ സക്കാത്ത് നിർബന്ധമാകുന്ന നിയമത്തിൽ നിന്നും അല്ലാഹു ഒഴിവാക്കുകയാണോ? ഇസ്ലാമിന്റെ ഈ നിയമം പന്തികേടായി തോന്നുന്നില്ലേ? ആരെ പറഞ്ഞിവിടെ സക്കാത്ത് നിർബന്ധമില്ലാന്ന്? സക്കാത്ത് ആ കുരുമുളകിന് നിർബന്ധമില്ല എന്നാ പറയുന്നത്. ആ ഏലത്തിനോ റബ്ബറിനോ അടക്കക്കോ തേങ്ങക്കോ സക്കാത്ത് നിർബന്ധമില്ല എന്നേ ഉള്ളൂ. സാധാരണഗതിയിൽ കുരുമുളക് വിൽപ്പന നടത്തപ്പെടുന്ന നാണ്യവിളയാണ്. റബ്ബറും ഏലവും ഒക്കെ വിൽപ്പന നടത്തുന്ന നാണയത്തിന് വിൽപ്പന നടത്തപ്പെടുന്ന നാണ്യവിളയാണ്. ആ വിൽപ്പന നടത്തി ഉണ്ടാക്കുന്ന കാശ് ഒരു 30,000 രൂപയോളം അവനിലുണ്ടായാൽ, അഥവാ 595 ഗ്രാം വെള്ളിയുടെ അളവ് അവനിലുണ്ടായാൽ അതിന്റെ കൊല്ലം തികയുന്ന സമയത്ത് അതിന്റെ 2.5% സക്കാത്ത് നൽകണമെന്നല്ലേ? അതിനാൽ ഒരു പാവപ്പെട്ട ഒരാൾ അദ്ദേഹം കൃഷിക്കാരിൽ നിന്ന് നെല്ല് ഇനത്തിലായി നെല്ലായി അരിയായി സക്കാത്ത് വാങ്ങട്ടെ. ആ അരിയാക്കി മാറ്റിയത് മാത്രം ചോറാക്കി തിന്നാൻ അദ്ദേഹത്തിന് കഴിയില്ലല്ലോ. അതിലേക്ക് ഇറച്ചിയോ മീനോ കൂട്ടാനോ പപ്പടമോ വാങ്ങണ്ടേ? അത് നാണ്യവിളകൾ വിറ്റ് കാശുണ്ടാക്കിയിട്ട് സക്കാത്ത് കൊടുക്കാൻ നിർബന്ധിതനായ ആൾ അതിനുള്ള കാശ് സക്കാത്തായി കൊടുക്കട്ടെ. അവ ചോറിനും കറിക്കുള്ള വകുപ്പായി. മനസ്സിലായില്ല? കാർഷിക വിള, ആ കാർഷിക വിളയിൽ ഭക്ഷ്യവിള, ആ ഭക്ഷ്യവിളയിൽ സക്കാത്തുണ്ട്. ആ ഭക്ഷ്യസാധനം തന്നെ സക്കാത്തായി ആ കർഷകൻ ദരിദ്രർക്ക് നിസാബെത്തിയാൽ കൊടുക്കണം. റബ്ബറും ഏലവും കുരുമുളകും അടക്കയും അതല്ല സക്കാത്തായി കൊടുക്കേണ്ടത്. അത് വിറ്റ് കിട്ടിയാൽ കിട്ടുന്ന കാശ്, അത് വിറ്റാൽ കിട്ടുന്ന കാശ്, അത് സക്കാത്തിന്റെ നിസാബെത്തിയാൽ ആ കാശ് സക്കാത്തായി പാവപ്പെട്ടവന് കൊടുക്കണം. കർഷകനിൽ നിന്ന് കിട്ടിയ നെല്ല് അരിയാക്കി അതുകൊണ്ട് ചോറുണ്ടാക്കുകയും നാണ്യവിള വിറ്റ് കിട്ടുന്ന കാശിൽ നിന്ന് സക്കാത്ത് കിട്ടിയത് കൊണ്ട് കറിയും ഇറച്ചി മീനൊക്കെ വാങ്ങുകയും ചെയ്യട്ടെ. ഇതാണ് ശറഈന്റെ കാഴ്ചപ്പാട്. അതിനാൽ 2 വിധത്തിലും സക്കാത്തുണ്ട്. ഒന്ന് ആ സാധനത്തിനല്ല എന്നേ ഉള്ളൂ, അത് വിറ്റ് കിട്ടുന്ന കാശിനാണ്. മറ്റേത് ആ സാധനത്തിൽ തന്നെയാണ് സക്കാത്ത് എന്നേ ഉള്ളൂ. അത് ഭക്ഷ്യവിളയായതിനാൽ അതിന് തന്നെ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. അതിന്റെ കാശാക്കി മാറ്റിയതിന്റെ ശേഷം സക്കാത്ത് എന്നല്ല. അങ്ങനെയാണെങ്കിൽ കാശ് തിന്നാൻ കഴിയില്ല, ദരിദ്രർക്കും ഇവിടെ ജീവിക്കാൻ കഴിയണം. അതുകൊണ്ടാണ് അങ്ങനെ അത് സാധനത്തിന് തന്നെ സക്കാത്ത് കൊടുക്കണമെന്ന് പറയുന്നത്. ഇതേപോലെയാണ് കൃഷിയുമായി ബന്ധപ്പെട്ട സക്കാത്തിനെ നാം മനസ്സിലാക്കേണ്ടത്. എന്നല്ലാതെ മുളച്ചു പൊന്തിയ എല്ലാ സാധനങ്ങൾക്കും സക്കാത്ത് എന്നല്ല. അടക്കക്ക് അടക്കയാണ് എന്ന നിലക്ക് സക്കാത്തില്ല. അതേപോലെ തേങ്ങക്ക് തേങ്ങയാണ് എന്ന നിലക്ക് സക്കാത്തില്ല. അത് വിറ്റ് കിട്ടുന്ന കാശ് അത് സക്കാത്തിന്റെ നിസാബെത്തിയാൽ അത് സക്കാത്ത് കൊടുക്കേണ്ടതാണ്. മൂന്നാമതായി നമുക്ക് ചിന്തിക്കാനുള്ളത് കച്ചവടത്തിന്റെ സക്കാത്താണ്. എല്ലാ ആളുകളും വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു മേഖലയാണ് കച്ചവടത്തിന്റെ സക്കാത്ത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ ഗൗരവതരമായി പറഞ്ഞൊരു മേഖലയുമാണ് കച്ചവടത്തിന്റെ സക്കാത്ത്. കച്ചവടത്തിന്റെ സക്കാത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് വലിയൊരു ടെക്സ്റ്റൈൽസിന്റെ ഉടമയോ വലിയൊരു ജ്വല്ലറിയുടെ ഉടമയോ വലിയ മറ്റേതെങ്കിലും കച്ചവടത്തിന്റെ ഉടമയോ ആകണമെന്നില്ല. ചെറിയൊരു പെട്ടിക്കട നടത്തുന്ന ഒരു കച്ചവടക്കാരനാണ്. ചെറിയൊരു പെട്ടിക്കട, അതില് മിഠായികളുണ്ട്, ജ്യൂസുകളുണ്ട്, കുറച്ച് വെള്ളങ്ങളൊക്കെ ഉണ്ട്, പിന്നെ അല്ലറ ചില്ലറ ചെറിയ സാധനങ്ങളുണ്ട്.
ഒക്കെപ്പാടെ കൂടിയാൽ ഒരു 40,000 ഉറുപ്പ്യന്റെ മുതലുണ്ടാവും. 40,000 ഉറുപ്പ്യന്റെ മുതലുണ്ടാകാൻ അത്ര തോനൊന്നും വേണ്ട. ചെറിയൊരു പെട്ടിക്കട എന്ന് പറയണ്ട, ഒരു തക്കാളി പെട്ടിയിട്ട് കുത്തർന്നാലും മതി. അതിനും വേണ്ടി വരും, അതിലുള്ള സാധനങ്ങൾക്കും വേണ്ടി വരും 40,000 ഉറുപ്പ്യ. ഒരു മുഹറം 1 ചെറിയൊരു പെട്ടിക്കട ഒരാൾ തുടങ്ങി. അടുത്ത മുഹറം 1 അവന്റെ കടയിലുള്ള സാധനങ്ങൾ വിലക്കട്ടണം. വിലക്കെട്ടിയിട്ട് 595 ഗ്രാം വെള്ളിയുടെ മൂല്യത്തിനുള്ള മുതൽ ഇത് ഉണ്ട് എങ്കിൽ അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. 595 ഗ്രാം വെള്ളിക്ക് ഇപ്പൊ നമ്മൾ 30,000 ഉറുപ്പ്യ നമ്മൾ കൂട്ടി. വെള്ളിക്ക് നിങ്ങൾ കൃത്യമായിട്ട് വില കണക്കൂട്ടണേ. 595 ഗ്രാം വെള്ളി ഒരു 25,000-30,000 രൂപന്റെ ഇടയിൽ വരും. ഇവന്റെ ചെറിയൊരു വെട്ടിക്കടയിൽ 30,000 രൂപയുടെ മുതൽ കൊല്ലം തികഞ്ഞു ഉണ്ടെങ്കിൽ അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. 30 കോടിയുടെ ചരക്കുണ്ടെങ്കിൽ, 30 ലക്ഷത്തിന്റെ ചരക്കുണ്ടെങ്കിൽ അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. കടണ്ടെങ്കിലോ ഉസ്താദേ എന്നാണ് പിന്നെ അവർ ചോദിക്കാറ്. കടണ്ടെങ്കിലോ? കച്ചവടത്തിന്റെ സക്കാത്തിന് കടം തടസ്സമല്ല. കടമുണ്ടെങ്കിലും അവൻ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാ. വലിയൊരു ടെക്സ്റ്റൈൽസ് ഉദാഹരണം പറയുകയാ. മുഹറം 1 അവൻ ടെക്സ്റ്റൈൽസ് തുടങ്ങി. 50 ലക്ഷം രൂപയുടെ മുടക്കുമുതലാണ് ആ ടെക്സ്റ്റൈൽസിനുള്ളത്. വിൽപ്പന ചരക്കിനാണ് വില കിട്ടേണ്ടത് എന്നല്ലാതെ അതിന്റെ ഫർണിച്ചറിനല്ല. ഫർണിച്ചർ വിൽപ്പനക്കുള്ളതല്ല. ഇന്ന് വലിയൊരു ടെക്സ്റ്റൈൽസ് അതിന്റെ ഫർണിച്ചറും അതിന്റെ സംവിധാനങ്ങളും ലക്ഷക്കണക്കിന് രൂപ മുതൽ മുടക്കിയാണ് ഉണ്ടാക്കുന്നത്. അതിന് സക്കാത്തില്ല. അതിൽ വിൽപ്പന ചരക്ക് അർദു തിജാറ, വിൽപ്പന ചരക്കായി ഉപയോഗിക്കപ്പെടുന്ന സാധനങ്ങൾ, വക്കപ്പെട്ട സാധനങ്ങൾ 50 ലക്ഷത്തിന്റെ വിൽപ്പന ചരക്കാണ് ആ ടെക്സ്റ്റൈൽസിലുള്ളത് എന്ന് സങ്കല്പിക്കുക. മുഹറം 1 50 ലക്ഷം ഉറുപ്പ്യന്റെ സാധനം അതിലവൻ ഇറക്കി. അടുത്ത മുഹറം 1 അന്ന് ആ കച്ചവട ചരക്ക് നാം കണക്ക് കൂട്ടിയാൽ എത്ര ലക്ഷത്തിനുണ്ടെന്ന് നോക്കണം. നോക്കുമ്പോൾ 60 ലക്ഷത്തിന്റെ മുതലിലുണ്ട്. എന്താ? 2 ആഴ്ച മുമ്പ് വീണ്ടും വലിയ ചരക്കിറക്കിയിരുന്നു. 2 ആഴ്ച മുമ്പ് വീണ്ടും ഗുജറാത്തിൽ നിന്ന് വലിയ തുണിക്കെട്ടുകളിൽ ഇറക്കിയിട്ടുണ്ട്. അടുത്ത മുഹറം 1 അന്ന് കണക്ക് കൂട്ടുന്ന സമയത്ത് ഈ തുണിക്കെട്ടുകൾക്ക് 10 ദിവസമേ ആയിട്ടുള്ളൂ. കൊല്ലം തേണ്ട ഉസ്താദേ, കച്ചവടം തുടങ്ങിയിട്ട് കൊല്ലം തേഞ്ഞാൽ മതി, ഓരോ സാധനത്തിനും കൊല്ലം തേണ്ട. അപ്പൊ ഈ അടുത്ത മുഹറം 1 അന്ന് കണക്ക് കൂട്ടുന്ന അവസരത്തിൽ മൊത്തം 60 ലക്ഷം ഉറുപ്പ്യ മുതലുണ്ടെങ്കിൽ 60ന്റെ 2.5% സക്കാത്ത് കൊടുക്കണം. പിന്നെ അവിടെ ഉള്ളത് ഉസ്താദേ, ഇത് കഴിഞ്ഞ ആഴ്ചയാണ് 5 ലക്ഷത്തിന്റെ ഇറക്കിയത്. ആ 5 ലക്ഷം ഉറുപ്പ്യ ഇന്നാലിന്ന കമ്പനിയിൽ കടാണ്. അതിനു മുമ്പ് ഒരു 20 ലക്ഷത്തിന്റെ ഇറക്കിയിട്ടുണ്ട്, അതിലൊരു 15 ലക്ഷം കടാണ്. ആ കടക്കപ്പാടെ മാറ്റി നിർത്തിയാൽ ഇതാകെ ഒരു 20 ലക്ഷത്തിന്റെ മുതലേ ഉണ്ടാവൂ. അപ്പൊ 20 ലക്ഷത്തിന്റെ മുതലിന്റെ സക്കാത്ത് കൊടുത്താൽ പോരെ? സംശയം മനസ്സിലായില്ലേ? കടങ്ങളെക്കാണ് മാറ്റി നിർത്തിയാൽ ഇതാകെ ഒരു 20 ലക്ഷത്തിന്റെ മുതലേ ഉണ്ടാകൂ. എന്നാൽ 20 ലക്ഷത്തിന്റെ സക്കാത്ത് കൊടുത്താൽ പോരാ. അപ്പൊ ഈ കടത്തിനും കൂടി സക്കാത്ത് കൊടുക്കേ? ആരെ കൊല്ലം തയ്യുന്ന സമയത്തും കടായി നിൽക്കാൻ പറഞ്ഞ്? ശറഈന്റെ കാഴ്ചപ്പാട് കൊല്ലത്തിൽ ഒരിക്കൽ പൂർണ്ണമായി കടത്തിൽ നിന്ന് മുക്തമായി അവൻ ഒന്ന് ശുദ്ധി വരേണ്ടതുണ്ട്. കടത്തിന് സക്കാത്ത് കൊടുക്കാതെ രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ ഈ കച്ചവടം തുടങ്ങി അടുത്ത കൊല്ലം അതേ ദിവസമാകുന്നതിന് മുമ്പ് ആ കട ഇടപാടുകളൊക്കെ തീർത്തൊന്ന് ക്ലിയറായി നിൽക്കുക. മരിച്ചുപോകാനുള്ള മനുഷ്യനാ, എന്നും കടം പോരി നടക്കുക. ഇവിടെ കാലാകാലം ജീവിക്കാനുള്ള ആളാ. അതുകൊണ്ട് കച്ചവടത്തിൽ സക്കാത്ത് കടം തടസ്സമല്ല. ബുദ്ധിയുള്ള, ആലോചിക്കുന്ന, ഈമാനുള്ള ആളാണ് എങ്കിൽ കച്ചവടത്തിന് കൊല്ലം തികയുന്ന സമയമാകുമ്പോഴൊക്കെ കടങ്ങളൊക്കെ വീട്ടിൽ ക്ലിയറാക്കുക. ആ സമയത്തിന്റെ മുമ്പ് ചരക്കുകൾ ഇറക്കാതിരിക്കുക, കടത്തിന്റെ ചരക്കുകൾ ഇറക്കാതിരിക്കുക. അടുത്ത മുഹറം 1 ദുൽഹിജ്ജ ആയി വെക്കുമ്പോൾ വലിയൊരുനാളിന്റെ കച്ചവടം കഴിഞ്ഞതിന് ശേഷം ടെക്സ്റ്റൈൽസിലൊക്കെ കാര്യമായിട്ട് വസ്ത്രങ്ങളില്ല. എന്താ? ഇപ്പൊ ഉള്ളതിന്റെ കാശിനുള്ളതാ. ഇനിയിപ്പോ കടമായിട്ട് ഇറക്കണം. അതിപ്പോ അടുത്ത മുഹറം 1 കഴിഞ്ഞോട്ടെ എന്ന് വെക്കുക.
അന്ന് അടുത്ത മുഹറം 1 കച്ചവടം തുടങ്ങിയ കൊല്ലം തേന ദിവസമാണ്. ആ മുഹറം 1 എന്താണോ ടെക്സ്റ്റൈൽസ് ഉള്ളത് അതിന്റെ വില കണക്കാക്കിയിട്ടാണ് സക്കാത്ത് കൊടുക്കേണ്ടത് എന്ന് ഉസ്താദ് പറഞ്ഞത്. കടത്തിന് സാധനം ഇറക്കിയ അതിന്റെ വിലയും കൂടിയും കണക്കൂട്ടിയിട്ട് അതിനും സക്കാത്ത് കൊടുക്കേണ്ടി വരും. അങ്ങനെ കടം വാങ്ങിയിട്ട് ഇപ്പൊ സക്കാത്ത് കൊടുക്കാനാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ സാധനം കടത്തിന് ഇറക്കാത്തത്. ഉള്ള മുതലൊക്കെ എന്റെ സ്വന്തം ഉടമയിലുള്ള എന്റെ സ്വന്തം കാശിന്റെ മുതലാണ്. അതിന്റെ സക്കാത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാ മുഹറം 1 കഴിഞ്ഞോട്ടെ സാധനം ഇറക്കാന്ന് ഞാൻ വെച്ചത് എന്ന് നോക്കണം. ഓൻ സൂക്ഷ്മതയുള്ള ആളാ. കൊല്ലത്തിലൊരിക്കലെങ്കിലും അവൻ കടം വീട്ടി അതിൽ നിന്ന് മുക്തനായി കഴിഞ്ഞു കൂടണം എന്നതാണ് ശർഇന്റെ നിയമം. അങ്ങനെ ഈ മേഖലകളിലൊക്കെയും സക്കാത്ത് കൊടുക്കാൻ നിർബന്ധിതരായ ആളുകൾ നമുക്കിടയിലുണ്ട്. ആ ആളുകൾ പലപ്പോഴും ചെയ്യാറെന്താ, നോമ്പായാൽ ആരെങ്കിലൊക്കെ കാണുമ്പോ 20 ഉറുപ്പിക കൊടുക്കും, 50 ഉറുപ്പിക കൊടുക്കും. 27-ആവായാൽ കുറച്ചധികം ചില്ലറക്കാശ് സ്വരൂപിച്ചിട്ട് ആരൊക്കെയാണോ വീട്ടുപടിക്കൽ വന്ന് യാചിക്കാൻ എത്തുന്നത് അവർക്ക് എന്തെങ്കിലുമൊക്കെ ചില്ലറക്കായി കൊടുക്കും. അവന്റെ സക്കാത്ത് തീർക്കും. പുല്ലിൽ ചിന്തിയ തവിട് പോലെ അത് ആർക്കും ഉപകരിക്കാത്ത അവസ്ഥയിൽ അങ്ങ് നഷ്ടപ്പെടലാണ് പതിവ്. ഇതിന് ഒരു ഏകീകരണ സ്വഭാവമുണ്ടാക്കാൻ നമുക്ക് കഴിയാം. സംഘടിതമായി നാം ഈ വിഷയത്തിൽ എന്തെങ്കിലും ചെയ്താൽ അത് വല്ലാത്ത ഉപകാരമാകുമെന്നത് വളരെ ഗൗരവമായി ഈ കാലത്ത് നാം ചിന്തിക്കേണ്ടതാണ്. സംഘടിതമായി നമുക്ക് ഈ കാലത്ത് നൽകാൻ കഴിയുമല്ലോ. സക്കാത്തിന്റെ അവകാശികൾ, പാവപ്പെട്ട ആളുകൾ, ജീവിതത്തിന് വഴിമുട്ടി കഴിഞ്ഞുകൂടുന്ന ആളുകൾ നമുക്കിടയിൽ എമ്പാടുമുണ്ട്. അത്തരം ആളുകളെ കണ്ടെത്തി അവർക്ക് വേണ്ട ഒത്താശകളും സൗകര്യങ്ങളും ചെയ്യേണ്ട ബാധ്യത നമുക്കുണ്ട്. സക്കാത്ത് വിതരണം 3 വിധത്തിലാണ് ഉള്ളത്. സക്കാത്ത് വിതരണം 3 വിധത്തിലാണ്. ഒന്ന്, മുസ്ലിം ഭരണാധിപൻ ഉള്ള സമയത്ത് ആ ഭരണാധികാരി അതിന് നിശ്ചയിക്കപ്പെട്ട ആമിലീൻ, അതിന് ഉദ്യോഗസ്ഥന്മാരുണ്ടാവും. അവർ സക്കാത്തിന്റെ അവകാശികളെ, സക്കാത്ത് കൊടുക്കാൻ അർഹതപ്പെട്ട മുതലാളിമാരെ കണ്ടെത്തി സക്കാത്ത് ആവശ്യപ്പെടും. അവരുടെ കയ്യിൽ കൊടുത്തേൽപ്പിക്കുക. അത് അവർ അവകാശികൾക്ക് കൊടുത്തോ കൊടുത്തില്ലേ അതൊന്നും ഇനി ഇവൻ അറിയേണ്ടതില്ല. ഭരണാധിപൻ വിട്ട ആമിലീങ്ങൾക്ക് കൊടുത്തുവിട്ടാൽ ഇവന്റെ ബാധ്യത തീരുന്നതാണ് എന്ന്. ഇതിന് അധികാരം ഭരണാധിപന് മാത്രമേ ഉള്ളൂ. ഒക്കെയും ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ നമുക്ക് മനസ്സിലാക്കണം. അത് ഇസ്ലാമിക ഭരണാധിപന് മാത്രമേ അതിനുള്ള അധികാരമുള്ളൂ. ഏതെങ്കിലും പള്ളിയിൽ ഒരു ഇമാം, ആ ഇമാം വിചാരിക്കുകയാണ് ഞാൻ തന്നെ ഈ പള്ളിയിലെ ഖാദിയാർ, ഇവിടുത്തെ ഭരണാധിപൻ ഞാൻ തന്നെ, അതുകൊണ്ട് ഞാൻ അങ്ങ് നടപ്പിലാക്കട്ടെ, ഞാൻ വിടുന്ന ജോലിക്കാരുടെ കയ്യിൽ അവൻ സക്കാത്ത് കൊടുത്തു വിടട്ടെ എന്ന് തീരുമാനമെടുക്കാൻ അവൻ അധികാരം ഇല്ല. ശറഇൽ തന്നെ ഇല്ല. കട്ടവന്റെ കൈ മുറിക്കാൻ ഇസ്ലാമിക ഭരണകൂടത്തിന് അധികാരമുണ്ട്. പള്ളിയിലെ ഖാദിയാർക്ക് അധികാരമുണ്ടോ? ഒന്ന് മുറിച്ചോക്കണം, വിവരം അറിയും. വ്യഭിചരിച്ചവൻ, അവൻ കുട്ടികളും മക്കളും വിവാഹിതനാണ് എങ്കിൽ അവനെ എറിഞ്ഞു കൊല്ലണം എന്ന നിയമം ഒരു പള്ളിയിലെ ഖാദിയായി തീരുമാനിച്ചു. കമ്മിറ്റിക്കാരുടെ സപ്പോർട്ടോടുകൂടെ നമ്മുടെ മഹലിൽ ആരെങ്കിലും വ്യഭിചരിക്കുകയാണെങ്കിൽ അവനെ പിടിച്ച് എറിഞ്ഞു കൊല്ലണം. ഏറെന്റെ തലേക്കൊന്ന് കൊടുത്തോക്കട്ടെ, വിവരം അറിയും. ഇന്ത്യ നിയമപ്രകാരം ആ ഖാദിയെ പിടികൂടും. കട്ടവന്റെ കൈമുറിക്കാനോ വ്യഭിചരിച്ചവനെ കല്ലെറിഞ്ഞ് കൊല്ലാനോ ഉള്ള അധികാരം ഒരു ഖാദിക്കും ഇന്ത്യ ഗവൺമെന്റിന്റെ നിയമപ്രകാരം ഇല്ല. അള്ളാന്റെ നിയമപ്രകാരം ഉണ്ടോ? അതുമില്ല. കാരണം ഈ രാജ്യത്ത് കഴിഞ്ഞുകൂടുന്ന ഈ മഹല്ലിലെ ഒരു ഖാദി എന്ന നിലയിൽ താങ്കൾക്കൊരു ഭരണകൂടത്തിന്റെ പിൻബലമില്ലാത്തതിനാൽ ഈ വയ്യ വേലക്ക് നിങ്ങൾ പോകാൻ പാടില്ല എന്ന അള്ളാന്റെ നിയമം. അള്ളാന്റെ നിയമം. ഈ ന്യൂനപക്ഷ സമുദായത്തിൽ ഇങ്ങനെ ഒരു വിപ്ലവകരമായ പ്രവർത്തനങ്ങൾ ഉണ്ടാക്കി വെളുക്കാൻ തേച്ചത് പാണ്ടാക്കാൻ നിങ്ങൾ പോയത് എന്തിന് എന്ന് പടച്ചോൻ ചോദിക്കും. അപ്പൊ കട്ടോന്റെ കൈമുറിക്കണം എന്നല്ലേ പടച്ചോനെ നിയമം? അത് ഞാൻ ഖാദിയാരെ നടപ്പിലാക്കിയതാണ് എന്ന് നാളെ മനസ്സിലെന്ന് അള്ളഹാനോട് പറഞ്ഞാൽ പോരെ? അതിന് ആരെ മുജാരെ അന്വേൽപ്പിച്ചത്? അതിന് മുസ്ലിം ഭരണാധിപൻ വേണ്ടേ എന്ന് പടച്ചോൻ തിരിച്ചു ചോദിക്കും. അത് മൂല്യർക്കുള്ള അധികാരമല്ല. അതിനാൽ ഭരണകൂട സംവിധാന പ്രകാരം മാത്രമേ ആ ആമിൽ സക്കാത്ത് പിരിവുകാർ എന്ന് പറയുന്ന വിഭാഗമുള്ളൂ. അതില്ലാത്തതിനാൽ സക്കാത്ത് വിതരണത്തിന്റെ ഒന്നാം മാർഗം നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കാവതല്ല. രണ്ടാമത്തെ നിയമം, സക്കാത്തിന്റെ ഉടമ നേരിട്ട് അവകാശികൾക്ക് നൽകുക. അത് സർവ്വസാധാരണ നമുക്ക് ചെയ്യാവുന്നതാണ്. വത്തഫരീഖു ബിനഫ്സിഹി ഔലാ മിനത് തൗക്കീൽ, മറ്റൊരാളെ ഏൽപ്പിക്കുന്നതിനേക്കാൾ ഏറെ നല്ലതും ഇവൻ തന്നെ സ്വയം വിതരണം ചെയ്യല. അങ്ങനെയുള്ളതാണ് രണ്ടാം രൂപം. മൂന്നാമത്തേത് വക്കാലത്താക്കുക. വക്കാലത്താക്കുക
ഒരാളുടെ സക്കാത്തിന്റെ മുതൽ മറ്റൊരാളെ അവൻ ഏൽപ്പിക്കുക. ആ ആൾ അവകാശികളെ നേരിട്ട് കണ്ടെത്തി അവൻ വിതരണം ചെയ്യുക. അതിന് 4 നിബന്ധനയുണ്ട്. ഒന്ന്, വക്കാലത്തിന്റെ ലഫ്ള് വേണം. വയുസ്തറത്തു മിനൽ മുഅക്കിലി ലഫ്ളുൻ വലൗ കിതാബത്തൻ യഖ്തദീ റിളാഹു കവക്കൽതുക ഫീ ഖദാ ഔ ഫവ്വൽതുഹു ഇലൈക ഔ അൻത വക്കീലുൻ ഫീഹി. ഇത് അല്ലാമ നബി റളിയല്ലാഹു അൻഹു തന്റെ ശറഹ് മുഹദ്ദബിൽ 14-ാം വാള്യം 104-ാം പേജിൽ പറയുന്നുണ്ട്. വക്കാലത്തിന് ലഫ്ള് വേണം, നിയ്യത്ത് പോരാ. എല്ലാ ഇടപാടുകളുടെയും നിയമതാണ്. ഇപ്പൊ ഒരു ചെറുപ്പക്കാരനെ കിട്ടി, എന്റെ മോളെ കെട്ടിച്ചു കൊടുക്കാൻ പറ്റുന്ന, മരുമകനാക്കാൻ പറ്റുന്ന ആളാണ് എന്ന് ഒരു ഉപ്പാക്ക് ബോധ്യായി. അവനോട് ആ വിഷയം അന്വേഷിച്ചപ്പോ ഞങ്ങളെ മോളെ കെട്ടിക്കോളാം എന്നുമായി. എന്നെ മോളെ എനിക്ക് കെട്ടിച്ചു തന്നു എന്ന് ശറഇന്റെ നിയമപ്രകാരമുള്ള വാചകം അങ്ങ് പറയണം. ഞാൻ അവളുടെ നിക്കാഹ് താങ്കളിൽ നിന്ന് സ്വീകരിച്ചു എന്ന കബൂല് അവരിൽ നിന്നുണ്ടാകണം. അങ്ങോട്ടും ഇങ്ങോട്ടും എന്റെ മോളും ഓനും തമ്മിൽ ഭാര്യ ഭർത്താവായിട്ട് കഴിഞ്ഞുകൂടിക്കോട്ടെ എന്ന് ഇവൻ വിചാരിച്ച് ഒപ്പം റൂമക്കാണ്ടാക്കിയാൽ ഭാര്യ ഭർത്താവോ? ഇല്ല. വധുവരന്മാരാകോ? ഇല്ല. അതിന് ഈജാബ് കബൂൽ എന്ന് പറയുന്ന വാചകങ്ങൾ വേണം. നേരെ മറിച്ച് നമ്മുടെ വീട്ടുപടിക്കൽ ഒരു യാചകൻ വന്നു. ആ യാചകൻ വന്നിട്ട് കയ്യാട്ടി. അയാൾ ചോദിച്ചിട്ടില്ല, കയ്യാട്ടി. നമ്മൾ അദ്ദേഹത്തോട് മിണ്ടാതെ കീശയിലുള്ളൊരു 500 റുപ്യ അയാളുടെ കയ്യിലെടുത്തെടുത്തു. അയാൾ അതേറ്റം പോയി. ആ 500 റുപ്യ അയാളുടെ ഉടമയിലായോ? ആയി. ദാനം ചെയ്യാൻ വാചകം വേണ്ട. ഇത് അവന് ഞാൻ ഉടമയാക്കി കൊടുക്കാണ് എന്നൊരു നിയ്യത്ത് മനസ്സിലുണ്ടായാൽ മതി. സ്വതക്ക ചെയ്യാൻ ലഫ്ള് വേണ്ട. നേരെ മറിച്ച് സക്കാത്തിന്റെ കാശാണ് ഈ കൊടുക്കേൽപ്പിക്കുന്നത് എങ്കിൽ, ഇതിന്റെ സക്കാത്തിന്റെ കാശാണ്, ഞാൻ എന്നെ വക്കാലത്താക്കുകയാണ്, ഇത് അവകാശനെ കണ്ടെത്തി കൊടുക്കാൻ ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ് എന്നവനോട് വാക്കാൽ പറയണം. പറഞ്ഞാലേ വക്കാലത്താകൂ. അപ്പൊ സക്കാത്ത് കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ആ കമ്മിറ്റി നമ്മുടെ വീട്ടിൽ വന്നു, നമ്മുടെ അരികിൽ വന്നു. നിങ്ങളെ സക്കാത്ത് കാട്ടിയാണ് എന്ന് പറഞ്ഞു. ശരിക്കും ശ്രദ്ധിക്കണം ഞാൻ പറയുന്ന മസ്അല. നിങ്ങളുടെ സക്കാത്ത്, നിങ്ങൾ ടെക്സ്റ്റൈൽസിന്റെ ഉടമയല്ലേ, ഇന്നാലിന്റെ ബിസിനസ്സുകാരനല്ലേ, ഇന്നാലിന്റെ ഷോപ്പിംഗ് കോംപ്ലക്സിൽ നിന്ന് ഇഷ്ടം പോലെ വരുമാനം നിങ്ങൾക്കില്ലേ, ആ കാശിന്റെ ഒക്കെ 2% സക്കാത്തുണ്ടല്ലോ, ലക്ഷങ്ങൾ സക്കാത്തായി കൊടുക്കാനുണ്ടല്ലോ, നിങ്ങൾ സക്കാത്ത് തന്നാട്ടെ. ഇയാൾ സക്കാത്ത് ഇനത്തിൽപ്പെട്ട ഒരു 10,000 റുപ്യ അവരെടുത്ത് കൊടുത്തു. അവർ ആ പൈസയിട്ട് പോയി. വേറെ പലരിൽ നിന്നും സക്കാത്ത് ഇനത്തിൽ കുറെ കാശ് വാങ്ങി. അതൊക്കെ സ്വരൂപിച്ചിട്ട് ആ കമ്മിറ്റി യഥാർത്ഥ അവകാശികൾക്ക് കൊണ്ടേ കൊടുത്തു. ഇത് സക്കാത്തായി പരിഗണിക്കപ്പെടുമോ? ഇല്ല. എന്തുകൊണ്ടില്ല? എന്തുകൊണ്ട് സക്കാത്തായിട്ട് പരിഗണിക്കില്ല? ഇത് സക്കാത്ത് വിതരണത്തിന്റെ 3 ഇനത്തിൽപ്പെട്ട ഒരു ഇനത്തിലും പെടില്ല. ഒന്നാമത്തെ ഇനം ഭരണാധിപൻ വിടുന്ന സക്കാത്ത് ജോലിക്കാർ, അവരാണോ ഈ കമ്മിറ്റി? അല്ല. രണ്ടാമത്തെ വകുപ്പ് നേരിട്ട് സക്കാത്തിന്റെ അവകാശിക്ക് കൊടുക്കുക, അതല്ലല്ലോ ഇവിടെ. ഇത് സക്കാത്തിന്റെ അവകാശിക്കല്ലല്ലോ കൊടുത്തത്, കമ്മിറ്റി മെമ്പർമാർക്കാണല്ലോ കൊടുത്തത്. അഥവാ ഇവനല്ല സക്കാത്തിന്റെ അവകാശി, സക്കാത്തിന്റെ അവകാശികൾക്ക് ഇവർ സ്വരൂപിച്ച് കൊടുക്കണം. അവ സ്വന്തം സക്കാത്തിന്റെ അവകാശികൾക്ക് കൊടുക്കലല്ല. മൂന്നാമത്തത് വക്കാലത്താണ്. ആ ഇനത്തിലാണോ ഇത്? വക്കാലത്താണെങ്കിൽ പദം വേണം. ഇത് അവകാശിക്ക് കൊടുക്കാൻ ഞാൻ നിന്നെ വക്കാലത്താക്കി എന്ന് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് പറ്റില്ല. പള്ളിയിൽ ഒരാള് മോളെ കെട്ടിക്കാൻ വേണ്ടി ഉസ്താദിന്റെ മുന്നിൽ വന്നു. ആളും പോളൊക്കെ ആരാ വലിയ പുതിയാപ്പിള വന്നിരുന്നു. ശരിക്ക് പറയണം, മനസ്സിലാക്കണം. പുതിയാപ്പിള വന്നിരുന്നു. പുതിയാപ്പിള വന്ന് കബൂൽ ചെയ്യാനിരുന്നു. അപ്പോ ഒരാൾ പ്രായം ചെന്ന ഒരാൾ വന്നിരുന്നു. നിങ്ങളാരാ? നിങ്ങൾ ഈ കുട്ടീൻ്റെ ആരാ? ഞാൻ എന്റെ കുട്ടിന്റെ വാപ്പയാണ്. ആ, കുട്ടിന്റെ വലിയാണ്. അതുകൊണ്ട് ഈ കുട്ടിയെ നിക്കാഹ് ചെയ്തു കൊടുക്കാൻ അധികാരമുള്ള ആളാ. സവ്വത്തുക വൻകാത്തുക എന്ന് ഉസ്താദ് അയാൾക്ക് ചൊല്ലിക്കൊടുത്തു. ഒരാൾ അവിടെ തലകെട്ട് കുട്ടി വന്നിരുന്നു. നിങ്ങൾ ഈ കുട്ടിന്റെ ആരാ? ഞാൻ ആരുമല്ല. പിന്നെ ഞാൻ റോട്ടിൽ കൂടെ പോകുകയാണ്, അപ്പൊ എന്നോട് കയറി കുത്തന്ന. അയാൾക്ക് ഈ കുട്ടിനെ കെട്ടിക്കാനുള്ള അധികാരമുണ്ടോ?
അയാൾക്ക് ഈ കുട്ടിനെ കെട്ടിക്കാനുള്ള അധികാരമുണ്ടോ? ഇല്ല. നേരെ മറിച്ച് റോട്ടിൽ കൂടെ പോകുന്ന അയാളെ ബാപ്പ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കിപ്പോ പള്ളിയേക്ക് മോളെ നിക്കാഹിന്റെ വാചകം ചൊല്ലിക്കൊടുക്കാനാണ്ട് പോകാൻ പ്രയാസമുണ്ട്, എന്റെ മോളെ കെട്ടിക്കാൻ ഞാൻ നിങ്ങളെ വക്കാലത്താക്കിയിട്ടോ പറഞ്ഞു. പരിചയമില്ലാത്ത റോട്ടിൽ കൂടെ പോണ ഒരാള് എന്റെ മോളെ കെട്ടിക്കാൻ ഞാൻ നിങ്ങളെ വക്കാലത്താക്കിയിട്ടോ പറഞ്ഞു. ആ, ഞാനത് സ്വീകരിച്ചു പറഞ്ഞു. ഇയാൾ വന്നിരുന്നു. നിങ്ങളാരാ? ഞാൻ റോട്ടിൽ കൂടെ പോകേണ്ട ഒരാളാ. ഈ കുട്ടിന്റെ ആരാ? ഒരാളുമല്ല, ഒരു അന്യാളാ. പിന്നെ എന്താ നിങ്ങൾ വന്നിരുന്നത്? അതെ, കുട്ടിന്റെ വാപ്പ കുട്ടിനെ കെട്ടിക്കാൻ എന്നെ വക്കാലത്താക്കിയത്. ഇപ്പൊ ഇയാൾക്ക് അധികാരം ഉണ്ടായി. എന്തുകൊണ്ട് അധികാരം ഉണ്ടായി? ഞാൻ നിങ്ങളെ എന്റെ മോളെ കെട്ടിക്കാൻ വക്കാലത്താക്കി എന്ന് പറഞ്ഞതിനാൽ അധികാരം ഉണ്ടായി. എന്നതുപോലെ എന്റെ സ്വത്തിതാ ഞാൻ നിന്നെ വക്കാലത്താക്കി ഇതിന്റെ അവകാശികൾക്ക് കൊടുക്കാൻ എന്ന് പറഞ്ഞാൽ അവൻ വക്കീലായി. ഇനി അവന് മുസ്തഹിഖീങ്ങൾ അവകാശികളെ കണ്ടത് കൊടുത്താൽ സക്കാത്തായി പരിഗണിക്കപ്പെടും. ആ ഉപ്പ ഈ റോട്ടിലൂടെ പോകുന്ന ആളെ പിടിച്ച് വക്കാലത്താക്കാതെ ഇവിടെ വന്നിരുന്നു, അയാൾ ഇങ്ങനെ സവയത്തുക്ക് വാൻകാത്തുക്ക എന്ന് പറഞ്ഞ് കെട്ടിച്ചെടുത്താൽ ആ കെട്ടിക്കൽ ശരിയാകുമോ? ഇല്ല. ഒരു ലഘവായ വാക്ക്, ഒരു പൊഴിവാക്ക് പറഞ്ഞു എന്നല്ലാതെ അതുകൊണ്ട് ആ നിക്കാഹ് ശരിയല്ല. കാരണം വക്കാലത്ത് എന്ന സംഗതി നടക്കാത്തതുകൊണ്ട്. എന്നതുപോലെ 10,000 രൂപ ഇയാളെ കേശേന്ന് കമ്മിറ്റിന്റെ അടുത്ത് കൊടുത്താൽ അങ്ങോട്ട് പോയി എന്നല്ലാതെ സക്കാത്ത് ഇനത്തിൽ പെടില്ല. സക്കാത്താകണമെങ്കിൽ വക്കീലിന്റെ അടുത്ത് കൊടുക്കണം. വക്കീലാകണമെങ്കിൽ വക്കാലത്തിന്റെ പദം വേണം. രണ്ടാമത്, വക്കീൽ ആര് എന്ന് വ്യക്തമാക്കണം. വയുസ്തറത്ത് ഫിൽ വക്കീലി അയ്ളൻ തഈനുഹു വയുസ്തറത്ത് ഫിൽ വക്കീലി അയ്ളൻ തഈനുഹു വലൗ കാന ലി ഇസ്നൈനി വക്കൽതു അഹദകുമാ ലം യസിഹ. രണ്ടാളുടെ നിങ്ങളിൽപ്പെട്ട ഒരാളെ ഞാൻ വക്കാലത്താക്കി, നിങ്ങളിൽപ്പെട്ട ഒരാളെ ഞാൻ വക്കാലത്താക്കി. ആര് എന്ന് ക്ലിപ്തമാക്കിയില്ല. ആ വക്കാലത്ത് ശരിയല്ല. ആ വക്കാലത്ത് ശരിയല്ല. വക്കീല് ആര് എന്ന് ക്ലിപ്തമാകണം, നിർണയിക്കപ്പെടണം. നിങ്ങളെ എന്ന് പറഞ്ഞ ഒരാളെ നിർണയിക്കണം. മൂന്നാമത്തെ നിയമം, അവകാശികൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പാകണം. ഞാൻ കൊടുത്ത സക്കാത്തിന്റെ 10,000 രൂപ അതിന്റെ മുസ്തഹിഖീങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് ഉറപ്പാകണം. മുസ്തഹിഖീങ്ങളാരാ? 8 കൂട്ടരാണ്. ആ 8 കൂട്ടർക്ക് തന്നെ അത് നൽകണം. അത് ബിൽഡിംഗ് നിർമ്മാണം, യതീംഖാന ഉണ്ടാക്കാൻ കൊടുക്കാൻ പാടില്ല, പാല നിർമ്മാണത്തിന് വേണ്ടി കൊടുക്കാൻ പാടില്ല, ബിൽഡിംഗ് നിർമ്മാണത്തിന് വേണ്ടി കൊടുക്കാൻ പാടില്ല. അതൊന്നും സക്കാത്തിന്റെ 8 കൂട്ടരിൽപ്പെട്ട ആളുകളല്ല. പത്ര നിർമ്മാണത്തിന് വേണ്ടി കൊടുക്കാൻ പാടില്ല, യതീംഖാനയോ അറബി കോളേജോ ഉണ്ടാക്കാൻ പാടില്ല, ചാനലുകളുടെ നിർമ്മാണത്തിന് വേണ്ടി ഉണ്ടാക്കാൻ പാടില്ല, കൊടുക്കാൻ പാടില്ല. കാരണം എന്താ? അത് ഈ സക്കാത്തിന്റെ 8 അവകാശികളിൽപ്പെട്ട ഒരു അവകാശികളല്ല. 8 അവകാശികളെ പ്രത്യേകമായി എണ്ണിയിട്ടുണ്ട്. അവരാണ് അവകാശികൾ. ആ അവകാശികൾക്ക് തന്നെ ഞാൻ കൊടുത്ത സക്കാത്ത് ഈ വക്കീൽ കൊടുക്കുമെന്ന് ഉറപ്പ് വേണം. കളിയാ ഇതിന് ഇബാദത്താ. അതായത് തുടക്കത്തിലേ പറഞ്ഞു ഇബാദത്താ. ഇബാദത്തിന് ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ പാലിച്ചുകൊണ്ടാകണം. ജീവകാരുണ്യ പ്രവർത്തനം എന്ന് മാത്രമല്ല. നിസ്കാരം എന്നുള്ള വ്യായാമം എന്നല്ല, ഇബാദത്താ. സക്കാത്ത് എന്നുള്ള ജീവകാരുണ്യ പ്രവർത്തനം എന്നതല്ല, ആരാധനയും. ആ ആരാധനക്ക് പിന്നിൽ പുറത്ത് സഹായങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും വന്നു ചേരണം. നിസ്കാരത്തിന്റെ പിന്നിൽ വ്യായാമം വന്നു ചേരുന്നത് പോലെ. അത് മാത്രമല്ല ഹിക്മത്ത് എന്ന് നാം മനസ്സിലാക്കും. അതുകൊണ്ട് മൂന്നാമത്തെ നിയമം, ഇത് അവകാശികൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ഉറപ്പാകണം. നാലാമത്തേത്, വക്കീൽ വിതരണത്തിന് മറ്റൊരാളെ ഏൽപ്പിക്കുകയാണ് എങ്കിൽ ആദ്യം കൊടുത്ത ദായകന്റെ സമ്മതം വേണം. വലൈസലിൽ വക്കീല് തൗക്കീലും ബിലാ ഇദിനിൻ മിനൽ മുഅക്കിലി. ഞാൻ ഹുദവി ഉസ്താദിന്റെ അടുത്ത് കൊടുത്തു, ഇതെന്താ, ഇതിന്റെ 16 റുപ്യ സക്കാത്താണ്, ഇത് അവകാശികൾക്ക് കൊടുക്കാൻ ഏൽപ്പിച്ചു. അതിന്റെ ഇടയിൽ മൂപ്പർക്ക് വീസ കിട്ടി. അത് അവകാശികൾക്ക് കൊടുക്കാൻ നേരല്ല. ഇതിന്റെ കേസ് ഉസ്താദ് ഏൽപ്പിച്ച മൂപ്പര് 16 റുപ്യ സക്കാത്തിന്റെ കാശാണ്, ഇത് അവകാശികൾക്ക് കൊടുക്കാൻ ഞാൻ എന്നെ ഏൽപ്പിക്കാന്ന് പറഞ്ഞു. ഉസ്താദ് അത് വേറെ ആളെ ഏൽപ്പിക്കണമെങ്കിൽ എന്റെ സമ്മതം വേണം. ഉസ്താദ് എനിക്ക് പെട്ടെന്ന് പോകേണ്ടി വന്നിട്ടുണ്ട്, ഞാൻ ആ കാശ് അവകാശികൾക്ക് കൊടുത്തിട്ടില്ല, എന്തേ ഉണ്ട്, നിങ്ങൾ വേറെ ആളെ വക്കാലത്താക്കിക്കാളി എന്ന് പറഞ്ഞാൽ വക്കാലത്താക്കാം. ഈ കമ്മിറ്റിക്കാർ വേറാക്ക് കൊടുക്കാൻ വേണ്ടി ഏൽപ്പിക്കാവുന്ന സംവിധാനങ്ങൾ ഉണ്ടാവും. പക്ഷേ ആദ്യത്തെ ദായകന്റെ സമ്മതമില്ലാതെയാണ് എങ്കിൽ ആ വക്കാലത്ത് ശരിയല്ല. അതിനാൽ 4 നിബന്ധന ഒത്താലേ വക്കാലത്ത് ശരിയാവൂ. ആ നിബന്ധനകൾ ഒക്കാത്തയിടത്തോളം കാലം ഇന്ന് കാണുന്ന സക്കാത്ത് കമ്മിറ്റിയിൽ കൊടുത്താൽ സക്കാത്തായി പരിഗണിക്കുകയില്ല. അപ്പോൾ പിന്നെ സംഘടിതമായി സക്കാത്ത് കൊടുക്കാൻ ഇസ്ലാമിക വീക്ഷണപ്രകാരം പറ്റില്ലേ? പറ്റും. അതെങ്ങനെ? അതും കൂടി പറഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം.
അൽഹംദുലില്ലാ 300ഓളം വീടുകളുള്ള വലിയൊരു മഹല്ലാണ് ഇത് എന്നറിയാൻ കഴിഞ്ഞു. നമ്മുടെ നാട്ടിലൊക്കെ അല്ലെ 300ഓളം വീടോ 1500ഓളം വീടുള്ള ആയിരക്കണക്കിന് ആളുകളുള്ള ബിസിനസ് മേഖലകളിലും മറ്റ് മേഖലകളിലും ഒക്കെ ഒരുപാട് ആളുകളുള്ള ഇത്ര വലിയൊരു പള്ളി. ഞാൻ വന്നപ്പോൾ തന്നെ ചോദിച്ചു, അറബി പണാണോ? അല്ല ഉസ്താദേ, ഒക്കെ നാട്ടിലുള്ള ആളുകളാണ്. അതിന് വേണ്ടി സഹായിച്ചവർക്ക് അർഹമായ പ്രതിഫലം അല്ലാഹു നൽകുമാറാകട്ടെ. മൻ ബന മസ്ജിദൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. ഭൂമിയിൽ എനിക്കും വേണ്ടി ഒരു പള്ളി ഉണ്ടാക്കിയ നിനക്ക് സ്വർഗത്തിൽ ഒരു മണിമന്ദിരം ഞാൻ ഉണ്ടാക്കി തരടാ എന്ന അള്ളാന്റെ വാഗ്ദാനം. ആ ഒരു മണിമന്ദിരം ഇതിനു വേണ്ടി ചെലവഴിച്ചവർക്ക് അല്ലാഹു തആല നൽകുമാറാകട്ടെ. ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഇതിന്റെ ഉത്തരവാദപ്പെട്ട ഭാരവാഹികൾ ഒരു ഉറുപ്പിക ശമ്പളം ലഭിക്കാതെ ഭൗതിക കാര്യലാഭങ്ങൾ മോഹിക്കാതെ പ്രവർത്തിക്കുന്നവരാ. അർഹമായ പ്രതിഫലം അവർക്ക് നൽകുമാറാകട്ടെ. ഈ 4 നിബന്ധന ഒത്തുകൊണ്ടാണ് എങ്കിൽ വക്കാലത്ത് പറ്റും. അതെങ്ങനെ? അതേപോലെ വേറെ നിയമം, കാബിലും മുക്ബിലും ഒരാളാകാൻ പാടില്ല. ദായകനും കൊടുക്കുന്ന ആളും വാങ്ങുന്ന ആളും ഒരാളാകരുത്. എന്റെ ഫിത്ർ സക്കാത്ത് ഞാൻ കമ്മിറ്റിന്റെ അടുത്ത് കൊടുത്തു. ഉദാഹരണം പറയാം, കൊടുക്കുന്ന ആള് വാങ്ങാനും അവകാശമായിരിക്കും. ഇപ്പോ ഒരു ചെറിയൊരു പെട്ടിക്കട നടത്തുന്ന ഒരാൾ, അയാളുടെ പെട്ടിക്കടയിൽ ആകെ 40,000 റുപ്യന്റെ മുതലുണ്ടെങ്കിൽ അയാൾ ഒരു 5 ലക്ഷം റുപ്യ വാങ്ങിയിട്ട് കടം വാങ്ങിയിട്ട് തുടങ്ങിയൊരു കച്ചവടമാണ്. കൊല്ലം കഴിയുന്ന സമയത്ത് അതിൽ 50,000 റുപ്യന്റെ മുതലേ ഉള്ളൂ. ബാക്കി 4.5 ലക്ഷം നഷ്ട. അത് സക്കാത്ത് കൊടുക്കാൻ നിർബന്ധിതനാണ്. കാരണം കൊല്ലം തികയുന്ന അവസരത്തില് 595 ഗ്രാം വെള്ളിയുടെ മൂലധനം മൂപ്പരെടുത്തുണ്ട്. അതുകൊണ്ട് മൂപ്പര് സക്കാത്ത് കൊടുക്കാൻ നിർബന്ധിതനാ. അതോടൊപ്പം 5 ലക്ഷം കൊണ്ട് തുടങ്ങിയ കച്ചവടത്തിൽ ഇപ്പൊ ബാക്കിയുള്ളത്, കച്ചവട ചരക്കിൽ ബാക്കിയുള്ളത് 50,000 റുപ്യന്റെ സാധന, 4.5 ലക്ഷം നഷ്ടത്തിലാണ്. അയാൾ കടക്കാരനാണെങ്കിൽ സക്കാത്ത് വാങ്ങാൻ അവകാശിയ. അതോടൊപ്പം ഈ 50,000 റുപ്യന്റെ 2% സക്കാത്ത് കൊടുക്കാൻ നിർബന്ധിതനാണ്. അദ്ദേഹം കമ്മിറ്റിന്റെ അടുത്ത് സക്കാത്ത് കൊടുത്തു നോക്കുക. എല്ലാ കാശും സ്വരൂപിച്ചുണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ ഫിത്ർ സക്കാത്ത് കമ്മിറ്റിന്റെ അടുത്ത് കൊടുത്തു നോക്കുക. ആ ഫിത്ർ സക്കാത്തിന്റെ അരി എല്ലാവരും കൂടി സ്വരൂപിച്ചിട്ട് ഇയാൾ കൊടുത്ത അരിന്റെ കുറച്ച് ഭാഗം ഇയാൾക്ക് തന്നെ സക്കാത്ത് വാങ്ങാൻ അവകാശമാണല്ലോ. കിട്ടിയാൽ കൊടുത്തവനും വാങ്ങിയവനും ഒരാളായി. ഓൻ തന്നെ കൊടുത്തു, ഓൻ തന്നെ വാങ്ങിയ എന്നുള്ളതാണ്. അത് സക്കാത്തായി പരിഗണിക്കൂല. ഇതിന്റെ സക്കാത്താണോ മേശപ്പുറത്ത് വെച്ചു, ഞാൻ സക്കാത്ത് വാങ്ങാൻ അവകാശിയായിരുന്നു എന്നുള്ള ആൾക്ക് അത് ഞാൻ എടുക്കുക എന്നുള്ള ആൾക്ക് ഓൻ തന്നെ വാങ്ങുകയും ചെയ്തു. പറ്റുമോ? ഇതിന്റെ എന്റെ ഭാര്യന്റെയും മക്കളും ഫിത്ർ സക്കാത്തുകാരനാണ്. മേശപ്പുറത്തേക്ക് 10 കിലോ അരി വെച്ചു. ഞാൻ ഫിത്ർ സക്കാത്ത് വാങ്ങാൻ അവകാശിയാണല്ലോ, അതുകൊണ്ട് ഈ സക്കാത്ത് ഞാൻ തന്നെ ഇങ്ങോട്ട് എടുത്താണ് എന്റെ വീട്ടിൽ ഞാൻ ഭക്ഷണം ഉണ്ടാക്കട്ടെ എന്ന് വെക്കാൻ പറ്റുമോ? ഇല്ല. കാരണം കാബിലും മുക്കബിലും ഒരാളായി. നിങ്ങൾക്ക് മസലകൾ ഞാൻ അതിന്റെ തുടക്കത്തിൽ പറഞ്ഞത്, ആ നിസ്കരിക്കുന്ന ആളുടെ മടമ്പിന്റെ ഭാഗത്ത് കുറച്ച് വെള്ളം നനയാത്തതിന്റെ പേരിൽ മുത്തനബി ഗൗരവമായി പറഞ്ഞില്ലേ, അവിടെ കുറച്ച് സ്ഥലം വെള്ളം നനയാത്തോണ്ട് ഇപ്പൊ എന്ത് വരാനുള്ളതെന്ന് ചോദിക്കാൻ പറ്റുമോ? വെള്ളം നനഞ്ഞുകൊണ്ട് ഒതുണ്ടാക്കണം എന്നാ നിയമമെങ്കിൽ ആ നിയമം പാലിക്കാൻ വേണം. ആ നിയമം പാലിക്കാൻ ഞാൻ അന്നപ്പോഴത്തൊക്കെ മടമ്പുകളൊക്കെ നരകത്തിലേക്കാണെന്ന് മുത്തനബി പറഞ്ഞില്ലേ. അതുകൊണ്ട് നിയമം പാലിച്ചുകൊണ്ടാകണം ഈ കാര്യങ്ങളൊക്കെയും നാം കൈകാര്യം ചെയ്യേണ്ടത്. ശറഇൽ പ്രത്യേകം നിയമങ്ങൾ പറയുന്നുണ്ട്, ഹദീസുകൾ അത് വ്യക്തമാക്കുന്നുണ്ട്. അതാണ് നുള്ളുനുറങ്ങ് വ്യത്യാസമില്ലാതെ ഫുഖഹാക്കൾ ചർച്ച ചെയ്ത് വ്യവസ്ഥാപിതമായി നമുക്ക് പറഞ്ഞു തന്നത്. അതാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? ഈ വക്കാലത്തിന്റെ 4 നിബന്ധനകളെയും പാലിച്ചുകൊണ്ട് ചെയ്യണം. എങ്ങനെ? ഉദാഹരണം പറഞ്ഞാൽ, റോഡിന്റെ അപ്പുറത്തുള്ള വീട്ടുകാർ ഇപ്പുറത്തുള്ള വീട്ടുകാർ എന്നൊരു ഐറ്റം തിരിക്കും. അപ്പുറത്തുള്ള ആളുകൾ ഈ മഹലിലേക്കുള്ളവരുണ്ട്. അവരിൽ നിന്നും സക്കാത്ത് കൊടുക്കാൻ നിർബന്ധിതരായ മുതലാളിമാർ അവര് ഒരു ഉസ്താദിന്റെ അടുത്തോ അല്ലെങ്കിൽ നാട്ടിലൊരു പ്രമാണിന്റെ അടുത്തോ അവരുടെ സക്കാത്ത് കൊണ്ടുവന്ന് കൊടുക്കുക. ഫിത്ർ സക്കാത്താലും വേണ്ടിയില്ല, അല്ലാത്ത മുതലിന്റെ സക്കാത്താലും വേണ്ടിയില്ല. ഇന്ന ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഉടമയാണല്ലോ, എന്റെ കയ്യിൽ കൊല്ലം തികഞ്ഞ ഇത്രയും കാശുണ്ട്, അതിന്റെ 2.5% ഇതാ 2 ലക്ഷം ഉണ്ട്, ഞാൻ നിങ്ങളെ വക്കാലത്താക്കാണ്, ഇതിന്റെ അവകാശികൾക്ക് കൊടുക്കാൻ വേണ്ടി നിങ്ങളെ ഏൽപ്പിക്കുക. അയാൾ കൊണ്ടുവന്ന് ഏൽപ്പിച്ചു. വേറെ ആളും കൊണ്ടുവന്ന് ഏൽപ്പിച്ചു. ആ റോഡിന്റെ മറുപുറത്തുള്ള ആളുകളൊക്കെയും ഈ ആചാരം മൂല്യാരെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചു.
മൊത്തത്തിൽ ഒരു 50 ലക്ഷം റുപ്യ സക്കാത്തിന്റെ പണമായി ലഭിച്ചു. അല്ലെങ്കിൽ ഫിത്ർ സക്കാത്തിന്റെ അരിയായി കൊണ്ടുവന്ന് ഇയാൾ ഏൽപ്പിച്ചു. ആ കാശ് റോഡിന്റെ ഈ ഭാഗത്തുള്ള പാവങ്ങളുടെ കണക്കെടുത്ത് അവർക്ക് അവരുടെ ദാരിദ്ര്യത്തിന്റെ തോതനുസരിച്ച് ഇത് വിതരണം ചെയ്യാം. ഇന്നാലിന്നാളും പരമദരിദ്രന അയാൾക്ക് 1 ലക്ഷം കൊടുക്കട്ടെ. ഇന്ന ആള് ടൈലറിങ് അറിയുന്ന ആളാ, ഒരു ടൈലർ മെഷീൻ വാങ്ങാൻ പറ്റുന്ന കാശ് അയാൾക്ക് കൊടുക്കട്ടെ. അയാൾക്ക് 15,000 ഉറുപ്പിക എടുത്തിട്ട് നമുക്ക് ടൈലറിങ് അറിയാലോ, ഒരു ടൈലർ മെഷീൻ വാങ്ങും. അയാൾക്ക് കാശ് കൊടുത്തു. ടൈലർ മെഷീൻ അല്ല കൊടുക്കുന്നത്, കാശ് വാങ്ങി കൊടുത്തിട്ട് ടൈലർ മെഷീൻ വാങ്ങാൻ കൊടുത്തു. ഈ നിലക്ക് ഓരോരുത്തരുടെയും അവസ്ഥ മനസ്സിലാക്കി റോഡിന്റെ ഈ ഭാഗത്തുള്ളവർക്ക് കൊടുത്തു. ഇനി റോഡിന്റെ ഈ ഭാഗത്തുള്ള മുതലാളിമാരുണ്ടല്ലോ, ആ മുതലാളിമാരുടെ കാശ് ഇയാളോ അല്ലെങ്കിൽ വേറൊരാളെയോ വക്കാലത്താക്കുക. ഉസ്താദിനെ വക്കാലത്താക്കി, ഉസ്താദെ ഈ ഭാഗത്തുള്ള ആളുകളുടെ ഞങ്ങളുടെ സക്കാത്ത്, എന്റെ സക്കാത്താണിത്, മറ്റേ ആൾ കൊണ്ടുവന്നത് സക്കാത്താണ്, ഒക്കെ ലിസ്റ്റാക്കി എഴുതി തയ്യാറാക്കി വെച്ചു. മൊത്തത്തിൽ 75 ലക്ഷം ഉറുപ്പിക. റോഡിന്റെ അപ്പുറത്ത് ഒരുപാട് സാധുക്കളുടെ സക്കാത്ത് വാങ്ങാൻ മുസ്തഹിക്കീങ്ങളായ ആളുകളുടെ നമ്മളെ മഹല്ലിൽ തന്നെ അവരുടെ ലിസ്റ്റ് എടുത്തു. അവരുടെ ദാരിദ്ര്യാവസ്ഥ ഈ മഹല്ലിലെ ഉത്തരവാദപ്പെട്ട ആളുകൾക്ക് പള്ളിയിലുള്ള ഉസ്താദിനേക്കാൾ കൂടുതൽ അറിയാം. അവരോട് ചോദിച്ചു, ഇന്നാളും മഹാദരിദ്രന, അസുഖങ്ങളും ബുദ്ധിമുട്ടുകളുമായി വളരെ പ്രയാസത്തിലാണ്, അവർക്ക് കുറച്ച് കൂടുതൽ കൊടുക്കണം ഉസ്താദെ. അവർക്ക് 1 ലക്ഷം ഉറുപ്പിക, മറ്റവർക്ക് 10,000 ഉറുപ്പിക, മറ്റവർക്ക് 25,000 ഉറുപ്പിക. കാരണം എന്താ, വക്കാലത്താക്കിയണല്ലോ അവകാശികൾ മുസ്തഹിക്കീങ്ങളെ കണ്ട് കൊടുക്കാൻ. ആരെ? ഈ ഉസ്താദിന്, അല്ലെങ്കിൽ കമ്മിറ്റി പ്രസിഡന്റിന്, അല്ലെങ്കിൽ ഈ സെക്രട്ടറിയെ, അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആളെ. ആ ഒരു മുഅയ്യനായ വക്കീൽ ഞാൻ എന്റെ പണം അല്ലെങ്കിൽ സക്കാത്ത് നിങ്ങളെ വക്കാലത്താക്കി എന്ന് പറഞ്ഞ് വാചകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇയാൾ അത് അവകാശികൾക്ക് കൊടുക്കും എന്നൊരു ഉറപ്പ് ഈ കൊടുക്കുന്ന സക്കാത്ത് കൊടുക്കാൻ നിർബന്ധിതരായ ആളുകൾക്കുണ്ട്. ഈ പറഞ്ഞ 4 നിബന്ധനയെ ഒത്തുകൊണ്ട് ആ സക്കാത്തിന്റെ കാശൊക്കെയും വാങ്ങിയിട്ട് റോഡിന്റെ അപ്പുറത്തൊരുപാട് സാധുക്കളുണ്ട്, ആ സാധുക്കൾക്ക് ഈ സക്കാത്തിന്റെ കാശും വിതരണം ചെയ്തു. ഇങ്ങനെ ആയാൽ ഇത് സംഘടിത സക്കാത്താണ്, അത് അനുവദനീയമാണ്, യാതൊരു കുഴപ്പവുമില്ല. ഈ രൂപത്തിൽ ഓരോ മഹല്ലിലും നാം ശ്രമം നടത്തിയാൽ അൽഹംദുലില്ലാഹ് ഉള്ളവരിൽ നിന്ന് ഇല്ലാത്തവരിലേക്ക് പണമൊഴുകുകയും സമ്പത്തൊഴുകുകയും പാവപ്പെട്ട ആളുകളുടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഇതുകൊണ്ട് സാധ്യമാവുകയും അങ്ങനെ ഒരു സന്തുലിതാവസ്ഥ വരികയും അവരുടെ ജീവിതത്തിന്റെ ഒരു വഴി കണ്ടെത്താൻ ഇത് മുഖേന സാധിക്കുകയും ചെയ്യും. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് അവസാനിപ്പിക്കുകയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ചോദ്യം. സക്കാത്തിന്റെ കച്ചവടത്തിന്റെ സക്കാത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. കച്ചവടത്തിന്റെ സക്കാത്ത് എന്ന് പറഞ്ഞാൽ ഏത് സാധനം കച്ചവടം ചെയ്യുകയാണെങ്കിലും അതിന് സക്കാത്തുണ്ട്. വണ്ടി കച്ചവടം, റിയൽ എസ്റ്റേറ്റ്, ഭൂമി കച്ചവടം, അതിൽ സക്കാത്തുണ്ടോ? ഉണ്ട്. മുഹറം 1 ഒരാൾ 10 ലക്ഷത്തിനൊരു ഭൂമി വാങ്ങി. എന്തിന്? വീടുണ്ടാക്കി താമസിക്കാനല്ല, അത് അതിനേക്കാൾ ലാഭം കിട്ടിയാൽ വിൽപ്പന നടത്തണം എന്ന ഉദ്ദേശത്തോടെയാണ്. എന്നാൽ അത് വിൽപ്പന ചരക്ക. 10 ലക്ഷത്തിന് മുഹറം 1 ഒരാൾ ഒരു ഭൂമി വാങ്ങി, വിൽപ്പന ചരക്കായി വാങ്ങി. 6 മാസം കഴിഞ്ഞപ്പോൾ അത് വിറ്റു. വിറ്റത് 15 ലക്ഷത്തിനാ. ഇനി ആ 15 ലക്ഷം അയാൾ കീസയിലുണ്ട്. ഇങ്ങനെ നല്ലൊരു ഭൂമി കിട്ടിയാൽ വാങ്ങിയാൽ തർക്കടില്ല എന്ന ആൾക്ക് നിൽക്കുകയാണ്. അപ്പുറത്ത് മൂപ്പര് 20 ലക്ഷത്തിന്റെ വേറെ 5 ലക്ഷം കൂടി കയ്യിലുണ്ടായിരുന്നു. 20 ലക്ഷത്തിന്റെ ഒരു ഭൂമി അദ്ദേഹം വാങ്ങി. അതിന് വിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇങ്ങനെ തേടി തെരഞ്ഞു നടക്കുന്നതിന്റെ ഇടയിൽ അടുത്ത മുഹറം 1 ഇയാളെ ആദ്യം ഭൂമി കച്ചവടം തുടങ്ങിയത് മുഹറം 1. അടുത്ത വർഷത്തെ മുഹറം 1 കൊല്ലം തേഞ്ഞു. ഇപ്പൊ അടുത്ത് ഈ കച്ചവട ചരക്ക് ഇനത്തിൽ എത്ര ഉണ്ട്? 20 ലക്ഷത്തിന്റെ ഭൂമിയുണ്ട്. 20 ലക്ഷത്തിന്റെ 2.5% സക്കാത്ത് കൊടുക്കാൻ നിർബന്ധ. 20 ലക്ഷത്തിന്റെ 2.5% സക്കാത്ത് കൊടുക്കാൻ നിർബന്ധ. പിന്നുള്ളത് 15 ലക്ഷത്തിന് സാധനം വിറ്റു. പിന്നെ 15 ലക്ഷം കീസയിലിട്ടങ്ങ് നടക്കുക. പറ്റിയ നല്ലൊരു ഭൂമി കിട്ടിയില്ല. എന്നാലോ ഇത് കച്ചവട ചരക്കുമായിട്ട് ബന്ധപ്പെട്ട കാശാ. കച്ചവട ചരക്കിന്റെ സക്കാത്തിന് കൊടുക്കേണ്ടത്. കച്ചവടത്തിൽ നിന്ന് കിട്ടുന്ന ലാഭം കച്ചവടത്തിൽ ചേർത്തുകൊണ്ടാണ് അതിനെ കണക്ക് കൂട്ടേണ്ടത് എന്ന്. ചെലവാക്കപ്പെടാതെ കച്ചവടത്തിന് വേണ്ടി മാറ്റിവെക്കുകയാണെങ്കിൽ, ഒരു ടെക്സ്റ്റൈൽസ് തുടങ്ങി, ആ ടെക്സ്റ്റൈൽസിൽ നിന്ന് കിട്ടുന്ന വരുമാനം അതിൽ തന്നെ മിക്സാക്കിക്കൊണ്ടിരിക്കുകയാണ്.
എന്നാൽ കച്ചവട ചരക്കായിട്ടാണ് അതിനെ കണക്ക് കൂട്ടേണ്ടത്. കച്ചവടം തുടങ്ങി കൊല്ലം തികയുന്ന അവസരത്തിൽ അതും കൂടി ഉൾപ്പെടുത്തിയിട്ട് സക്കാത്ത് കൊടുക്കാൻ നിർബന്ധമാണ്. വണ്ടിക്കച്ചവടം അങ്ങനെ തന്നെയാണ്. വണ്ടിക്കച്ചവടം അങ്ങനെ തന്നെ. ഓനെ മുറ്റത്തിൽ 4-5 വണ്ടിയുണ്ട്. ഇതെന്താ? കച്ചവട വണ്ടികളാ. അതിന് വെൽക്കട്ടിയിട്ട് സക്കാത്ത് കൊടുക്കൽ നിർബന്ധം. അതിന്റെ ഇടയിൽ വാപ്പ മരിച്ചു ഒരുപാട് സ്ഥലം അവന് അനന്തരം കിട്ടി. അതിന് സക്കാത്ത് കൊടുക്കണോ? വേണ്ട. കാരണം എന്താ? അത് സക്കാത്തിന്റെ കച്ചവട ചരക്കല്ല, അനന്തര മുതലാണ്. ഇതാണ് കച്ചവട ചരക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. സംശയങ്ങൾ എന്തുണ്ടെങ്കിലും ചോദിച്ച് നിവാരണം കണ്ടെത്തി ഉറപ്പുവരുത്തണം. ഹുദവി ഉസ്താദ് ഇവിടെയുണ്ട്, ഉസ്താദിനോട് ചോദിക്കണം. ഉറപ്പുള്ള വിഷയങ്ങൾ ഉസ്താദ് പറയും, അല്ലെങ്കിൽ കിതാബ് നോക്കി ഉറപ്പാക്കിയിട്ട് പറയും. ഏതായാലും ശറഇന്റെ നിയമങ്ങൾ പൂർണ്ണമായി പാലിച്ചു നീങ്ങാൻ നമുക്കാകണം. നാഥൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. സമയം ദീർഘിച്ചതുകൊണ്ട് കൂടുതൽ നീട്ടുന്നില്ല. അൽഹംദുലില്ലാ, സക്കാത്ത് സംബന്ധമായി അത്യാവശ്യം മനസ്സിലാക്കേണ്ട ചില വശങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചത്. നേരിന്റെ വഴിയിലൂടെ ജീവിച്ചു മരിക്കുന്ന സ്വാലിഹീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ.